എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. ടെൻഷൻ അടിക്കണ്ട. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. ത്രില്ലിംഗ് കഥയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ ജൂൺ മാസത്തിലെ ഒരു മഴയുള്ള രാത്രി. സമയം പുലർച്ചെ 3 മണി. ECR റോഡിനടുത്തുള്ള നെമ്മേലി എന്ന സ്ഥലം തണുത്ത കാറ്റും മഴയും കാരണം ഭയാനകമായ അവസ്ഥയിലായിരുന്നു. 30 വയസ്സുകാരനായ ചിന്ന ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ മതിൽ ചാടിക്കടന്നു. സെക്യൂരിറ്റി ഓഫീസർ ഉണ്ടെന്നൊക്കെയാണ് കേട്ടത്. ഇങ്ങനെ ഉറങ്ങാനാണെങ്കിൽ ഇവനേക്ക് ആരാ ജോലിക്കെടുത്ത്? എന്തായാലും എൻ്റെ ജോലി എളുപ്പമായി. അവൻ സ്വയം പെറുപെറുത്തു. ECRലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അറിയപ്പെടുന്ന കള്ളനാണ് ചിന്ന. ജനൽ തകർത്ത് മോഷണം നടത്തുന്ന രീതിയാണ് അവൻ്റേത്. പതിവ് പോലെ ചാടിയ അവൻ പൈപ്പിൽ പിടിച്ചു കയറി 1ാം നിലയിലെത്തി. ഭാഗ്യമെന്നോണം അവിടുത്തെ ജനൽ എളുപ്പത്തിൽ തുറക്കാൻ കഴിഞ്ഞു. വീട്ടിൽ ആരുമില്ലെന്ന് ഉറപ്പായിരുന്നത് കൊണ്ട് ചിന്ന വളരെ സാവധാനം എല്ലാ മുറികളും കയറി മോഷണം നടത്തി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാഗ് നിറയെ മോഷണ മുതലുകളായി. എന്നാൽ പുറത്തിറങ്ങി അവനെ കാത്തിരുന്നത് പോലീസിൻ്റെ പെട്രോളിംഗ് സംഘമായിരുന്നു. റെയിൻകോട്ടും ലാത്തിയുമായി 2 പോലീസുകാർ അവനെ തടഞ്ഞു. നീ ആരാ? എന്തിനാ മതിൽ ചാടി വരുന്നേ? പോലീസ് ചോദിച്ചു. ചിന്ന ഉടനെ ഒരു കള്ളം പറഞ്ഞു. സാർ, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. മെയിൻ ഗേറ്റ് വഴി പോയാൽ വൈകും. അതുകൊണ്ട് ഷോർട്ട് കട്ടായി മതിൽ ചാടിയതാണ്. ഞാൻ എന്നും ഇങ്ങനെയാണ് പോകാറുള്ളത്. അല്ല, ഇതിനു മുമ്പ് നിന്നെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ താൻ പേടിച്ചു പോയെന്ന് പറഞ്ഞ് അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ചിന്നയുടെ വാക്കുകൾ വിശ്വസിക്കാൻ പോലീസുകാർ തയ്യാറായിരുന്നില്ല. പോലീസുകാർ ചോദ്യം ചെയ്തതോടെ പന്തികേട് തോന്നിയ ചിന്ന അവരെ തള്ളിമാറ്റി വേഗത്തിൽ ഓടാൻ തുടങ്ങി. പോലീസുകാർ ബൈക്കിൽ അവൻ്റെ പിന്നാലെ പാഞ്ഞു. മഴയത്തുകൂടി ഇടുങ്ങിയ വഴികളിലൂടെ ആ ഓട്ടം നെമ്മേലിയുടെ തെരുവുകളെ ഭീതിയിലാഴ്ത്തി. തെരുവുനായ്ക്കൾ കുരച്ചു ചാടുന്നുണ്ടായിരുന്നു. ഒടുവിൽ ചിന്ന ഓടിക്കയറിയത് പുതുതായി നിർമ്മിച്ച നെമ്മേലി പാർക്കിലേക്കാണ്. അവൻ മതിൽ ചാടി അകത്ത് കിടന്നു. എന്നാൽ അപ്പുറത്തെത്തിയ ചിന്ന അവിടെ നിന്നും കൂടുതൽ ഓടാനോ ഒളിക്കാനോ ശ്രമിച്ചില്ല. മുന്നിലുള്ളൊരു കാഴ്ച കണ്ട് അവൻ പേടിച്ച് ഒരേ നിൽപ്പ് നിൽക്കുകയായിരുന്നു. പിന്നാലെ എത്തിയ പോലീസുകാർ ചിന്ന നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. കണ്ട കാഴ്ചയിൽ അവർ ഞെട്ടിപ്പോയി. പാർക്കിൻ്റെ ഒരു മൂലയിലിരുന്ന് സിൻഡെക്സ് ടാങ്കിൻ്റെ മുകളിൽ ഒരു ഡെഡ് ബോഡി ഇരിക്കുന്നു. തുറിച്ച കണ്ണുകളോടെ ജീവനില്ലാത്ത ഒരു പുരുഷ ശരീരം ടാങ്കിന്മേൽ ചാരി വച്ചിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ 10 മണി. കമ്മീഷണർ ഓഫീസിലെ കോൺഫറൻസ് ഹാളിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ ഒത്തുചേർന്നു. എല്ലാവരും ഗൗരവമായ ചർച്ചയിലായിരുന്നു. പെട്ടെന്ന് കമ്മീഷണർ വിദ്യാധരൻ മുറിയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം വന്നതോടെ എല്ലാവരും നിശബ്ദരായി. എല്ലാവർക്കും നടുവിലുള്ള കസാരയിലിരുന്നു കൊണ്ട് കമ്മീഷണർ നേരിട്ട് കാര്യത്തിലേക്ക് കടന്നു. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് വരാം. നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഓഫീസർ ഇടയ്ക്ക് കയറി ചോദിച്ചു. എന്താണ് സാർ? എന്തെങ്കിലും സുരക്ഷാ ഭീഷണിയുണ്ടോ? പറയാം, നിങ്ങളാദ്യം സമാധാനമായി കേൾക്ക്. കമ്മീഷണർ മറുപടി നൽകി. ക്ഷമിക്കണം സാർ, നിങ്ങൾ തുടർന്നോളൂ, ആ ഓഫീസർ പറഞ്ഞു. കമ്മീഷണർ വിശദീകരിക്കാൻ തുടങ്ങി. കേന്ദ്ര സർക്കാർ എല്ലാ വർഷവും നൽകുന്ന മികച്ച വ്യവസായിക്കുള്ള അവാർഡ് ചടങ്ങിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. സാധാരണയായി രാഷ്ട്രപതിയും രാജ്യത്തെ പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുന്ന പരിപാടിയാണത്. ചിലപ്പോൾ പ്രധാനമന്ത്രിയും എത്താറുണ്ട്. ഇത്തവണ ഈ ചടങ്ങ് ചെന്നൈയിലെ മഹാബലിപുരത്തിനടുത്ത് വെച്ച് വളരെ വലിയ രീതിയിൽ നടത്താനാണ് മുകളിൽ നിന്നുള്ള ഉത്തരവ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒരുമിച്ച് എത്തുന്നു എന്നതാണ്. അവരുടെ സുരക്ഷയ്ക്കായി കേന്ദ്രസേന എത്തും. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി നൽകണം. അടുത്ത മാസം തന്നെയാണ് ചടങ്ങ് നടക്കുന്നത്. ഇത് കേട്ടൊരു ഓഫീസർ അമ്പരന്ന് പോയി. എന്ത്, അടുത്ത മാസമോ സാർ? അദ്ദേഹം ചോദിച്ചു. അതെ, കമ്മീഷണർ പറഞ്ഞു. ഇതെങ്ങനെ സാധ്യമാകും സാർ? ആ ഓഫീസർ തൻ്റെ ആശങ്ക പങ്കുവച്ചു. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിക്ക് സുരക്ഷ ഒരുക്കാൻ വെറും 1 മാസം മതിയോ? ചുരുങ്ങിയതൊരു 3 മാസമെങ്കിലും ഇതിന് വേണ്ടിവരില്ലേ? കമ്മീഷണർ പറഞ്ഞു. നിങ്ങളുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് വേറെ വഴിയില്ല. സാഹചര്യം അങ്ങനെയാണ്. ഈ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിത് ഭംഗിയായി പൂർത്തിയാക്കണം. കമ്മീഷണറുടെ വാക്കുകൾ കേട്ട് ഒരു ഓഫീസർ തൻ്റെ ആശങ്ക പറഞ്ഞു. സാഹചര്യം എന്ത് തന്നെയായാലും ഇത് വലിയ റിസ്ക്കാണ് സാർ. എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് പറ്റിയാൽ പോലും നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അത് പോലീസ് സേനയ്ക്ക് തന്നെ വലിയൊരു നാണക്കേടായി മാറും. കമ്മീഷണർ മറുപടി പറഞ്ഞു. നമുക്ക് മറ്റു വഴികളില്ല സുഹൃത്തുക്കളെ. മുഖ്യമന്ത്രി നേരിട്ട് എന്നെ വിളിച്ച് സംസാരിച്ചതാണ്. ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയുടെ സഹായം നമുക്കുണ്ട് എന്നത് മാത്രമാണ് ഏക ആശ്വാസം. എങ്കിലും നമുക്ക് കൈകെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ. കേന്ദ്രസേനയിൽ നിന്നും ആരാണ് സാർ വരുന്നത്? മറ്റൊരു ഓഫീസർ ചോദിച്ചു. അതിനെക്കുറിച്ച് വ്യക്തമായി വിവരം ലഭിച്ചിട്ടില്ല. CRPF ആകാം, അല്ലെങ്കിൽ SNG ആകാം. നമുക്ക് ആവശ്യമുള്ള ഉദ്യോഗസ്ഥരെ ചോദിച്ചു വാങ്ങാം. അവരെ കൃത്യമായി നയിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയാണ് നമ്മുടെ ജോലി. എന്ത് ചെലവായാലും കുഴപ്പമില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരു ഓഫീസർ തടസ്സവാദം ഉന്നയിച്ചു. പക്ഷേ സാർ, കേന്ദ്ര ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചു പോകുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ പലപ്പോഴും നമ്മളെ ബഹുമാനിക്കില്ല. സുരക്ഷാ ചുമതലകൾ അവർ ഏറ്റെടുക്കുന്നത് നമുക്കൊരു അപമാനമല്ലേ? മറ്റൊരു ഉദ്യോഗസ്ഥനും ആ അഭിപ്രായത്തെ ശരിവച്ചു. കമ്മീഷണർ ഗൗരവത്തിൽ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പങ്കെടുക്കുന്നൊരു ചടങ്ങിൽ നമുക്ക് കേന്ദ്രസേനയെ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? നമുക്ക് മുന്നിൽ സമയമില്ല. അതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ചയും ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായി തീർത്തേ പറ്റൂ. സാഹചര്യങ്ങൾ നമ്മൾ സഹിച്ചേ മതിയാവും. ഇനി ഇത് എങ്ങനെ വിജയകരമായി നടത്താം എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, കമ്മീഷണർ പറഞ്ഞു. അപ്പോൾ ഓരോ ഓഫീസർമാരും തങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയാൻ തുടങ്ങി. സാർ, ഓരോ സ്ഥലത്തിൻ്റെയും സുരക്ഷാ ചുമതലകൾ പ്രത്യേകമായി തിരിച്ചു നൽകാം, ഒരു ഓഫീസർ നിർദ്ദേശിച്ചു. മറ്റു ഉദ്യോഗസ്ഥരും ഓരോന്നായി അഭിപ്രായങ്ങൾ പങ്കുവച്ചു. കമ്മീഷണർ എല്ലാവരെയും ശ്രദ്ധാപൂർവം കേട്ടു. 1 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ശേഷം യോഗം അവസാനിച്ചു. ശരി ഓഫീസേഴ്സ്, നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി. അടുത്ത 2 ദിവസം കൂടി നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കുറിച്ചു വയ്ക്കുക. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. അന്ന് കൂടുതൽ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് കമ്മീഷണർ എഴുന്നേറ്റു. അദ്ദേഹം കോൺഫറൻസ് മുറിയിൽ നിന്നും ഇറങ്ങി തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് വളരെ പരിഭ്രമത്തോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കമ്മീഷണർ തൻ്റെ കസാരയിലിരുന്നതും അസിസ്റ്റന്റ് സംസാരിക്കാൻ തുടങ്ങി. സാർ, ഇൻ്റലിജൻസിൽ നിന്നും ഒരു വിവരം വന്നിട്ടുണ്ട്. വളരെ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നും നിങ്ങളോട് നേരിട്ട് പറയണമെന്നും അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണ്, പറയൂ, കമ്മീഷണർ ചോദിച്ചു. മുംബൈ ജയിലിൽ നിന്നും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ഭീകരവാദി കുറച്ചുനാൾ മുമ്പ് ജയിൽ ചാടിയിട്ടുണ്ട് സാർ. അവൻ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടാകുമെന്ന് ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നു. അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഫയലിലുണ്ട്. അസിസ്റ്റന്റ് ഫയൽ കമ്മീഷണർക്ക് നേരെ നീട്ടി. ഫയലിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് കമ്മീഷണർ ചോദിച്ചപ്പോൾ അസിസ്റ്റന്റ് മറുപടി നൽകി. സാർ, ആ പ്രതിയുടെ ഫോട്ടോയും മറ്റു വിവരങ്ങളും ഇതിലുണ്ട്. ഒരു പ്രധാന കാര്യം അതിൽ ചുവന്ന മഷി കൊണ്ട് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? കമ്മീഷണർ ആകാംക്ഷയോടെ ചോദിച്ചു. സാർ, ആ രക്ഷപ്പെട്ട ഭീകരവാദിയെ മഹാബലിപുരത്തിനടുത്ത് കണ്ടതായി വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ നേരിട്ട് അറിയിക്കാൻ പറഞ്ഞത്. അസിസ്റ്റന്റിന്റെ ഈ വാക്കുകൾ കേട്ടതും കമ്മീഷണർ ഒന്ന് വിറച്ചു. അദ്ദേഹം ആകെ വിയർത്തുപോയി. അത് രാവിലെ തന്നെ 4 മണി. നെമ്മേലി നഗരസഭാ പാർക്കിലെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് പോലീസ് വണ്ടികളുടെ സൈറൺ മുഴങ്ങി. രാത്രി മുഴുവൻ പെയ്ത മഴയുടെ നനവ് മാറിയിരുന്നില്ല. പാർക്കിന് ചുറ്റും പോലീസ് മഞ്ഞ നിറത്തിലുള്ള ക്രൈം സീൻ ടേപ്പുകൾ കെട്ടിയിരുന്നു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം ആ ഭാഗത്തുള്ള റോഡുകളെല്ലാം അടച്ചു. അയൽപക്കത്തെ വീട്ടിലുള്ളവർ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ ജനൽ വഴിയും ബാൽക്കണി വഴിയും ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു. ചുവന്ന വിളക്കുകൾ കറങ്ങുന്ന പോലീസ് ജീപ്പ് പാർക്കിന്റെ കവാടത്തിൽ വന്നു നിന്നു. വണ്ടിയിൽ നിന്നും ഇൻസ്പെക്ടർ രാജശേഖർ പുറത്തിറങ്ങി. ഉയരമുള്ള ശരീരവും കട്ടിയുള്ള മീശയും അദ്ദേഹത്തിനൊരു പ്രത്യേക ഗാംഭീര്യം നൽകിയിരുന്നു. ഉറക്കമില്ലാത്തതുകൊണ്ട് കണ്ണുകൾ ചുവന്നിട്ടുണ്ടെങ്കിലും മുഖത്തൊട്ടും ക്ഷീണമുണ്ടായിരുന്നില്ല. സബ് ഇൻസ്പെക്ടർ കുമാറും ഹെഡ് കോൺസ്റ്റബിൾ രാഘവനും ഓടിവന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. വരൂ സാർ, SI കുമാർ അദ്ദേഹത്തെ ഉള്ളിലേക്ക് വിളിച്ചു. ശരി, ബോഡി എവിടെയാണ്? ഇൻസ്പെക്ടർ ഗൗരവത്തോട് ചോദിച്ചു. ഈ വശത്താണ് സാർ, വഴി കാണിച്ചുകൊണ്ട് കുമാർ പറഞ്ഞു. പാർക്കിന്റെ വശത്തേക്ക് നടക്കുമ്പോൾ രാജശേഖർ വിവരങ്ങൾ തിരക്കി. ഫോറൻസിക് ടീം വന്നോ? ആംബുലൻസിനോട് വരാൻ പറഞ്ഞോ? അവർ ഇതുവരെ എത്തിയിട്ടില്ല സാർ, പക്ഷേ വിവരം അറിയിച്ചിട്ടുണ്ട്, ഉടനെ എത്തും, കുമാർ മറുപടി നൽകി. പാർക്കിന്റെ മതിലിൽ ചേർന്ന് വാട്ടർ ടാങ്കിനടുത്തായി ആ ഡെഡ് ബോഡി കിടപ്പുണ്ടായിരുന്നു. കൈമുട്ട് വരെ മടക്കി വെച്ച ചാരനിറത്തിലുള്ള ജുബ്ബയും അഴുക്കു പിടിച്ച ജീൻസും പാൻറ്റുമായിരുന്നു വേഷം. മഴ നനഞ്ഞ വസ്ത്രങ്ങൾ കുതിർന്നിരുന്നു. കുറച്ചു ദിവസമായി ഷേവ് ചെയ്യാത്ത താടിയും മീശയും ആ മുഖത്തുണ്ടായിരുന്നു. കാഴ്ചയിൽ ഉത്തരേന്ത്യക്കാരനെ പോലെ തോന്നിപ്പിക്കും. ബോഡി ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞോ? ഇൻസ്പെക്ടർ ചോദിച്ചു. ഇതുവരെ സാധിച്ചിട്ടില്ല സാർ, അന്വേഷണം നടക്കുകയാണ്, കുമാർ മറുപടി നൽകി. ഇത് കണ്ടിട്ടൊരു നോർത്ത് ഇന്ത്യൻ ലുക്ക് തോന്നുന്നുണ്ടല്ലോ. ശരി, ഇവിടെ വാച്ച്മാൻ ഇല്ലേ? ഉണ്ട് സാർ, അവനാണ് ഈ നിൽക്കുന്നത്. പക്ഷേ അവൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, കുമാർ ഒരു വൃദ്ധനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. ഏകദേശം 70 വയസ്സുള്ള ആ വാച്ച്മാൻ അഴുക്കു പിടിച്ച ഷർട്ടും പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത്. പരസ്പരം പൊട്ടിക്കിടക്കുന്ന നരച്ച മുടിയും താടിയും അദ്ദേഹത്തിനൊരു അവശത നൽകിയിരുന്നു. നീ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്താണ് സംഭവിച്ചതെന്ന് പറയൂ, ഇൻസ്പെക്ടർ ചോദിച്ചു. വാച്ച്മാൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ സാർ, ഈ പാർക്ക് പറഞ്ഞിട്ട് 3 മാസമായിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ അധികം ആളുകളൊന്നും വരാറില്ല. രാത്രിയിൽ വലിയ ശല്യമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. എനിക്ക് ചെറിയൊരു മദ്യപാന ശീലമുണ്ട്. രാത്രി 10 മണിക്ക് ഭക്ഷണം കഴിഞ്ഞ് ഒരു ചെറിയ കുപ്പി അകത്താക്കിയാൽ പിന്നെ നല്ല ഉറക്കമാണ്. ഇന്നലെയും പതിവ് പോലെ ഞാൻ കുടിച്ച് കിടന്നുറങ്ങി. ആ സമയത്ത് ആരോ വന്ന് ഇത് ചെയ്തിട്ട് പോയതാണ് സാർ. എന്തുറക്കമായത്? ഒരു കാറിൽ വന്ന് ബോഡി ഇവിടെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. ടയറിൻ്റെ പാടുകളൊക്കെ അവിടെ കാണുന്നുണ്ട്. എന്നിട്ടും നിനക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ലേ? ഇൻസ്പെക്ടർ ദേഷ്യപ്പെട്ടു. ഇല്ല സാർ, ഇന്നലെ നല്ല മഴയായിരുന്നു.
തണുപ്പ് സഹിക്കാൻ വയ്യാതെ കുടിച്ച ഉടനെ ഞാൻ മോട്ടറുള്ള റൂമിൽ കയറി കിടന്നു. വാച്ച്മാൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. കിടന്ന ഉടനെ അങ്ങ് ഉറങ്ങിപ്പോയി സാർ. പുലർച്ചെ 3 മണിക്ക് പോലീസുകാർ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ വിവരമറിഞ്ഞത്. വാച്ച്മാൻ പറഞ്ഞു. ശരി, ഈ മരിച്ച ആളെ നീ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പാർക്കിലോ പരിസരത്തോ എവിടെയെങ്കിലും? ഇൻസ്പെക്ടർ ചോദിച്ചു. ഇല്ല സാർ, ഇതുവരെ കണ്ടിട്ടില്ല. വാച്ച്മാൻ മറുപടി നൽകി. കുറച്ചു നേരം ആലോചിച്ച ശേഷം രാജശേഖരൻ SI കുമാറിനോട് പറഞ്ഞു. കുമാർ, ഇയാളുടെ മൊഴി രേഖപ്പെടുത്തൂ. ഫോൺ നമ്പറും അഡ്രസ്സും വാങ്ങൂ. തുടർന്ന് വാച്ച്മാനോട് പറഞ്ഞു. ശരി, തൽക്കാലം നീ പോയിക്കോ. എങ്ങോട്ടെങ്കിലും മാറിപ്പോകുന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്ന് അറിയിക്കണം, കേട്ടല്ലോ? വാച്ച്മാൻ അവിടെ നിന്നും പോയതിനു ശേഷം ഇൻസ്പെക്ടർ വീണ്ടും ഡെഡ് ബോഡി പരിശോധിച്ചു. തല മുതൽ കാല് വരെ ശ്രദ്ധാപൂർവ്വം നോക്കി. എവിടെയും മുറിവേറ്റ അടയാളങ്ങളോ രക്തക്കറയോ ഉണ്ടായിരുന്നില്ല. ഡെഡ് ബോഡി ചാരിയിരുന്ന ടാങ്കും പരിസരവും പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കുമാർ, ഇതിൻ്റെ പോക്കറ്റുകൾ പരിശോധിച്ചോ? എന്തെങ്കിലും കിട്ടിയോ എന്ന് ഇൻസ്പെക്ടർ ചോദിച്ചു. നോക്കി സാർ, ഒന്നും കിട്ടിയില്ല, കുമാർ പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗേറ്റിൻ്റെ പുറത്ത് വാഹനങ്ങൾ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഫോറൻസിക് സംഘം കാറിൽ നിന്നിറങ്ങി വന്നു. പിന്നാലെ തന്നെ സൈറൻ മുഴക്കിക്കൊണ്ട് ആംബുലൻസും എത്തി. ഹെഡ് കോൺസ്റ്റബിൾ അവരോട് വിവരങ്ങൾ പറഞ്ഞ് കാത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഫോറൻസിക് ടീം തലവനായ ചന്ദ്രശേഖർ അകത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എന്താ ഇൻസ്പെക്ടറെ, രാവിലെ തന്നെ വിളിച്ചു വരുത്തിയല്ലോ? എന്ത് ചെയ്യാനാ ചന്ദ്രശേഖർ, നമ്മുടെ വിധി. ഇതിപ്പോൾ ഒരു പുണ്യകർമ്മമായി കരുതി രാവിലെ 4 മണിക്ക് ഇവിടെ നിൽക്കുന്നു, ഇൻസ്പെക്ടർ തമാശ രൂപേണ പറഞ്ഞു. ശരി, ഡെഡ് ബോഡി എവിടെ? ചന്ദ്രശേഖർ ചോദിച്ചു. രാജശേഖർ ഡെഡ് ബോഡി കിടക്കുന്ന വശത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞു. അത് അവിടെയുണ്ട്, പോയി നന്നായി പരിശോധിക്കേ. ശരി, കുറച്ചു സമയം കാത്തു നിൽക്ക്, പരിശോധിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ചന്ദ്രശേഖറും സംഘവും ഡെഡ് ബോഡിക്ക് ചുറ്റും കൂടി. രാജശേഖറും SIയും പതുക്കെ നടന്ന് പുറത്തേക്ക് വന്നു. വലതുവശത്തെ മതിലിനോട് ചേർന്ന് നടക്കുമ്പോൾ കുമാർ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ ഒരു കാറിന്റെ ടയർ പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. രാജശേഖർ അവിടെ ഇരുന്ന് ആ പാടുകൾ സൂക്ഷിച്ചു നോക്കി. ടയർ പാടുകൾക്കടുത്ത് തന്നെ ഒരാളുടെ ഷൂസിന്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഫോൺ ബെല്ലടിച്ചത്. സ്ക്രീനിൽ നോക്കിയപ്പോൾ കമ്മീഷണറാണ് വിളിക്കുന്നത്. അതിരാവിലെ 4 മണിക്ക് കമ്മീഷണറുടെ വിളി ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്ന് രാജശേഖർ വേഗം ഫോണെടുത്തു. കമ്മീഷണർ ഗൗരവത്തിൽ ചോദിച്ചു. എന്താണ് രാജശേഖർ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? സുഖമാണ് സാർ, രാജശേഖർ മറുപടി നൽകി. ഡെഡ് ബോഡി ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞോ? രാജശേഖർ ഒന്ന് മടിച്ചു. ആ അതെ സാർ. ഏതാണ് സാർ? നിങ്ങളുടെ ഏരിയയിൽ ഒരു ബോഡി കിട്ടിയല്ലോ, അത് ആരുടേതാണെന്ന് വല്ല സൂചനയും കിട്ടിയോ എന്നാണ് ഞാൻ ചോദിച്ചത്, കമ്മീഷണർ പറഞ്ഞു. ഇതുവരെ ഇല്ല സാർ, രാജശേഖർ മറുപടി നൽകി. ശരി, ഉടനെ ആ ബോഡിയുടെ ഒരു ഫോട്ടോ എനിക്ക് അയക്കൂ. അവിടെയുള്ള നടപടികൾ വേഗം തീർത്തിട്ട് രാവിലെ തന്നെ ഓഫീസിലേക്ക് വരണം. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് കമ്മീഷണർ ഫോൺ വെച്ചു. ഫോൺ വെച്ചപ്പോഴേക്കും ഇൻസ്പെക്ടർ രാജശേഖരന്റെ മുഖത്ത് വിയർപ്പ് പൊടിയാൻ തുടങ്ങിയിരുന്നു. ദുരൂഹതകളേറുന്ന കമ്മീഷണറുടെ കോൾ രാജശേഖരനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഇവിടെ ബോഡി കിട്ടിയ വിവരം ഇത്ര വേഗം കമ്മീഷണർ എങ്ങനെ അറിഞ്ഞു? എന്തോ വലിയ ഗൗരവമുള്ള കാര്യമുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്ര നേരത്തെ വിളിച്ചത്, അദ്ദേഹം ചിന്തിച്ചു. ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ ഹെഡ് കോൺസ്റ്റബിൾ രാഘവൻ വേഗത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു. പറയൂ രാഘവൻ, എന്താണ് കാര്യം? ഇൻസ്പെക്ടർ ചോദിച്ചു. സാർ, നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നുണ്ട്, രാഘവൻ മറുപടി നൽകി. ശരി, നിങ്ങൾ പൊക്കോളൂ, ഞാൻ വരാം. എന്നാൽ രാഘവൻ അവിടെ തന്നെ മടിച്ചു നിൽക്കുന്നത് കണ്ട് രാജശേഖർ വീണ്ടും ചോദിച്ചു. എന്താ രാഘവൻ, എന്തെങ്കിലും പറയാനുണ്ടോ? സാർ, മരിച്ചയാളെ ഇവിടെ അടുത്തുള്ള ഒരു ലോഡ്ജിൽ ഇടയ്ക്കിടെ കണ്ടിട്ടുള്ളതായി ഒരാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, രാഘവൻ പറഞ്ഞു. ഇത് കേട്ടതോടെ രാജശേഖറും കുമാറും ആവേശത്തിലായി. അവർ വേഗത്തിൽ ഡെഡ് ബോഡി കിടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. അപ്പോഴേക്കും ഡെഡ് ബോഡി മാറ്റിക്കിടത്തിയിരുന്നു. ഫോട്ടോഗ്രാഫർമാർ പല കോണുകളിൽ നിന്നും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പരിശോധന നടത്തിക്കൊണ്ടിരുന്ന ഡോക്ടർ ചന്ദ്രശേഖർ പറഞ്ഞു. വരൂ രാജശേഖർ, ഇത് നിങ്ങളുടെ ഭാഗ്യ ദിവസമാണെന്ന് തോന്നുന്നു, ഡോക്ടർ പറഞ്ഞു. എന്താണ് സാർ, പ്രധാനപ്പെട്ട വല്ലതും കിട്ടിയോ? ഇൻസ്പെക്ടർ ആകാംക്ഷയോട് ചോദിച്ചു. ഇയാളുടെ കൈത്തണ്ട കണ്ടോ? ഡോക്ടർ ഡെഡ് ബോഡിയുടെ വലത് കൈ പിടിച്ച് ഉള്ളംകൈ നിവർത്തി കാണിച്ചു. അതിൽ കോറി വരച്ചതുപോലെ എഴുതിയിരുന്നു. അത് കണ്ട രാജശേഖർ അതിശയിച്ചു പോയി. എന്താണ് സാർ ഇത്? ഇയാൾ കയ്യിൽ എന്തോ ഒരു നമ്പർ എഴുതി വച്ചിട്ടുണ്ട്. കണ്ടിട്ടൊരു ഫോൺ നമ്പർ പോലെ തോന്നുന്നു. മാർക്കർ പേന കൊണ്ട് എഴുതിയത് കൊണ്ട് മഴ നനഞ്ഞിട്ടും പൂർണ്ണമായും മാഞ്ഞു പോയിട്ടില്ല. അത് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടർ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് ഇൻസ്പെക്ടർക്ക് നൽകി. ഇതാ ഇൻസ്പെക്ടർ, ഞാൻ ആ നമ്പർ ഇതിൽ കുറിച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർ ഇതിൻ്റെ ചിത്രവും എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് അന്വേഷിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. രാജശേഖർ ആ പേപ്പർ വാങ്ങി നോക്കിയപ്പോൾ അതൊരു 10 ഫോൺ നമ്പറാണെന്ന് മനസ്സിലായി. അദ്ദേഹം അത് കുമാറിന് കൈമാറി. ഈ നമ്പർ ആരുടേതാണെന്ന് ഉടനെ കണ്ടുപിടിക്കുമെന്ന് നിർദ്ദേശിച്ചു. തുടർന്ന് രാജശേഖർ ഡോക്ടറോട് ചോദിച്ചു. മരണകാരണം എന്താണെന്ന് വല്ല സൂചനയും കിട്ടിയോ സാർ? ശ്വാസം മുട്ടിയാണ് മരണം, സഫക്കേഷൻ ഡെത്ത്. ഒന്നുകിൽ വെള്ളത്തിൽ മുങ്ങിയതാകാം, അല്ലെങ്കിൽ ആരെങ്കിലും മുക്കിക്കൊന്നതാകാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ, ഡോക്ടർ വിശദീകരിച്ചു. ശരി, നിങ്ങൾ പരിശോധന തുടരൂ. ഡെഡ് ബോഡി ഒരാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. ഞാൻ പോയി അതെന്താണെന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് ഇൻസ്പെക്ടർ രാജശേഖർ പറഞ്ഞു.
പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഡെഡ് ബോഡിയുടെ മുഖം തൻ്റെ ഫോണിൽ വ്യക്തമായി പകർത്തി കമ്മീഷണർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ശേഷം ഹെഡ് കോൺസ്റ്റബിൾ രാഘവനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആളെ ഇങ്ങോട്ട് വിളിക്കുക. കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഒരു യുവാവുമായി മടങ്ങി വന്നു. ഏകദേശം 30 വയസ്സ് തോന്നിക്കുന്ന മെലിഞ്ഞ ഉയരമുള്ള ഒരാളായിരുന്നു അവൻ. അവൻ്റെ മുഖത്ത് നല്ല പേടിയുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ചോദിച്ചു, നിന്റെ പേരെന്താണ്? കണ്ണൻ എന്നാ സാർ. എന്താ ജോലി? വീട് എവിടെയാണ്? വീട് ഇവിടെ പാർക്കിൻ്റെ പിന്നിൽ തന്നെയാണ് സാർ. ആളുകൾ കൂടുന്നത് കണ്ട് നോക്കാൻ വന്നതാണ്. ഞാനൊരു ഹാർഡ്വെയർ കടയിൽ ജോലി ചെയ്യുകയാണ്. കണ്ണൻ മറുപടി നൽകി. ശരി, അവിടെ മരിച്ചു കിടക്കുന്ന ആളെ നിനക്കറിയാമോ? അറിയാം സാർ, കണ്ടിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ അറിയില്ല. എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഇൻസ്പെക്ടർ ആകാംക്ഷയോടെ ചോദിച്ചു. ഈ സ്ഥലത്ത് തന്നെയാണ് സാർ. മെയിൻ റോഡിൽ ഞാൻ ജോലി ചെയ്യുന്ന കടയുടെ അടുത്തുള്ള ഒരു ലോഡ്ജിൽ ഇയാളെ പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണ് ആ ലോഡ്ജ്? കൃത്യമായ സ്ഥലം പറയൂ. നമ്മുടെ ECR കോളം റോഡിൽ റോയൽ എൻഫീൽഡ് ഷോറൂം ഇല്ലേ സാർ, അതിൻ്റെ അടുത്ത് മാലികം ഹാർഡ്വെയർസ് എന്നൊരു വലിയ കടയുണ്ട്. അതിൻ്റെ അടുത്താണ് സാർ ആ ലോഡ്ജ്. കണ്ണൻ വിശദീകരിച്ചു. അവിടെ ഇങ്ങനൊരു ലോഡ്ജുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ, ഇൻസ്പെക്ടർ പറഞ്ഞു. കണ്ണൻ പറഞ്ഞു, അത് ശരിക്കും ഒരു വലിയ ലോഡ്ജൊന്നുമല്ല സാർ. 10 മുറികളുള്ള ഒരു ചെറിയ കെട്ടിടമാണ്. ശിവാനന്ദ ലോഡ്ജ് എന്നൊരു ചെറിയ ബോർഡ് അവിടെ കാണാം. പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് അവിടെ അധികവും കടകളിൽ ജോലി ചെയ്യുന്ന ഉത്തരേന്ത്യക്കാരായ ബാച്ചിലർമാരാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 2-3 തവണ ഇയാൾ അവിടെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരി, നിന്റെ ഫോൺ നമ്പർ നൽകിയിട്ട് പോയിക്കോളൂ. ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം, രാജശേഖർ പറഞ്ഞു. കോൺസ്റ്റബിളിനോട് നമ്പർ വാങ്ങി വയ്ക്കാൻ നിർദ്ദേശിച്ച ശേഷം അദ്ദേഹം SI കുമാറിനോട് പറഞ്ഞു, കുമാർ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീർത്ത് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കൂ. ഞാൻ ആ ലോഡ്ജ് വരെ ഒന്ന് പോയിട്ട് വരാം. ഹെഡ് കോൺസ്റ്റബിൾ രാഘവനെയും കൂട്ടി ഇൻസ്പെക്ടർ ജീപ്പിൽ കയറി. പാർക്കിങ്ങിന് പുറത്ത് കൂടി നിന്ന പത്രക്കാരോട് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിവാക്കി. പുലർച്ചെയായതുകൊണ്ട് റോഡിൽ വലിയ തിരക്കില്ലായിരുന്നു. ജീപ്പ് നേരെ കോളം റോഡിലുള്ള ശിവാനന്ദ ലോഡ്ജിലേക്ക് തിരിച്ചു. ലോഡ്ജിൻ്റെ റിസപ്ഷനിൽ ഉറങ്ങിക്കിടന്ന ജീവനക്കാരൻ പോലീസിനെ കണ്ടതും പേടിച്ചെഴുന്നേറ്റു. പേടിക്കണ്ട, ചെറിയൊരു കാര്യം ചോദിക്കാനാണ്. ഇൻസ്പെക്ടർ അവനെ ആശ്വസിപ്പിച്ചു. നീ ഇവിടുത്തെ ഉടമയാണോ അതോ ജോലിക്കാരനാണോ? ഞാനിവിടെ ജോലി ചെയ്യുന്ന ആളാണ് സാർ. രാജശേഖർ തൻ്റെ ഫോണിലെ ഫോട്ടോ അവനെ കാണിച്ചു. ഈ ആൾ ഇവിടെയാണോ താമസിക്കുന്നത്? ഫോട്ടോ നോക്കിയ ഉടനെ അവൻ പറഞ്ഞു, അതെ സാർ, റഹ്മത്ത് എന്നാണ് പേര്. 1-ാം നിലയിലെ 7-ാം നമ്പർ മുറിയിലാണ് ഇയാൾ താമസിക്കുന്നത്. അവിടെ ഇയാൾ തനിച്ചാണോ താമസം? അതെ സാർ, തനിച്ചാണ്. എത്ര ദിവസമായി ഇയാൾ ഇവിടെ താമസിക്കുന്നു? ഇൻസ്പെക്ടർ വീണ്ടും ചോദിച്ചു. വന്നിട്ട് 1 മാസമായി സാർ. ഇവിടെ തന്നെയാണ് താമസം, ജീവനക്കാരൻ പറഞ്ഞു. ഇപ്പോൾ അവൻ റൂമിലുണ്ടോ? ഇൻസ്പെക്ടർ ചോദിച്ചു. ഇല്ല സാർ, ഇന്നലെ രാവിലെ പുറത്തു പോയതാണ്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അയാളുടെ ID കാർഡോ അഡ്രസ്സോ ഫോൺ നമ്പറോ കയ്യിലുണ്ടോ? ജീവനക്കാരൻ കൈമലർത്തി. ഞങ്ങൾ സാധാരണ രജിസ്റ്ററിൽ പേരും അഡ്രസ്സും എഴുതിയെടുക്കാറേ ഉള്ളൂ. ഇവിടെ അധികവും ഉത്തരേന്ത്യയിൽ നിന്നുള്ള പണിക്കാരല്ലേ വരുന്നത്. അവർ 3 മാസമൊക്കെ കഴിഞ്ഞാൽ പോകും. അതുകൊണ്ട് ID കാർഡ് ചോദിക്കാറില്ല സാർ. ശരി, സാരമില്ല. ആ മുറിയുടെ താക്കോലും എടുക്കൂ, ഇൻസ്പെക്ടർ ആവശ്യപ്പെട്ടു. എന്താ സാർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൻ പേടിയോടെ ചോദിച്ചു. പറയാം, നീ ആദ്യം താക്കോലെടുക്ക്. അവൻ മേശയുടെ ഡ്രോയർ തുറന്ന് താക്കോൽ കൂട്ടമെടുത്തു. അവർ മൂവരും വേഗത്തിൽ പടികൾ കയറി മുകളിലെത്തി. 7-ാം നമ്പർ മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് അവൻ പറഞ്ഞു, സാർ, ഇതാണ് മുറി. ശരി, നീ ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടറും രാഘവനും അകത്തേക്ക് കടന്നു. രാഘവൻ സൂക്ഷിച്ചു പരിശോധിക്കൂ. നമുക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലും ഇവിടെ കാണാതിരിക്കില്ല, രാജശേഖരൻ നിർദ്ദേശിച്ചു. അടുത്ത അരമണിക്കൂർ അവർ ആ മുറി മുഴുവനും മരിച്ചു പറക്കി. ഒടുവിൽ രാജശേഖറിന് ഒരു പഴയ മഞ്ഞ നിറത്തിലുള്ള ഫയൽ ലഭിച്ചു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന കട്ടിലേക്കിരുന്ന് ആ ഫയൽ തുറന്നു നോക്കി. അതിൻ്റെ ഉള്ളിൽ ഇംഗ്ലീഷും ഹിന്ദിയിലുമുള്ള ചില പത്രവാർത്തകളുടെ കട്ടിങ്സ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പത്രത്തിലെ ചില വാർത്തകൾ വായിച്ചു നോക്കിയ രാജശേഖർ അത്ഭുതപ്പെട്ട് കണ്ണുകൾ വിടർത്തി. രാവിലെ 10 മണി. കമ്മീഷണർ വിദ്യാധരൻ്റെ മുന്നിൽ ഇൻസ്പെക്ടർ രാജശേഖറും SI കുമാറും ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട് രാജശേഖർ? കൂടെയുള്ളത് SI കുമാർ തന്നെയല്ലേ? കമ്മീഷണർ ചോദിച്ചു. അതെ സാർ, ഞാൻ കുമാർ തന്നെയാണ്, SI വേഗം മറുപടി നൽകി. ഞാൻ സുഖമായിരിക്കുന്നു സാർ. എന്താണ് ഇത്ര അത്യാവശ്യമായി രാവിലെ തന്നെ വരാൻ പറഞ്ഞത്? രാജശേഖർ ചോദിച്ചു. കമ്മീഷണർ ഗൗരവത്തിൽ പറഞ്ഞു. അതെ, ഇന്നലെ നിങ്ങളുടെ ഏരിയയിൽ നടന്ന ആ സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പോൾ അന്വേഷണം ഇതുവരെയായി, രാജശേഖർ വിശദീകരിച്ചു. അതെ സാർ, ഇന്നലെ നെമ്മേലിയിലെ പാർക്കിൽ മോഷണം നടത്താൻ വന്ന ഒരു കള്ളനെ പിടികൂടാൻ ശ്രമിക്കുമ്പോഴാണ് നൈറ്റ് പെട്രോളിംഗ് സംഘം ഈ ഡെഡ് ബോഡി കാണുന്നത്. മരിച്ചതൊരു ഉത്തരേന്ത്യക്കാരനാണ്. അന്വേഷണത്തിൽ അവൻ താമസിച്ചിരുന്ന സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. നെമ്മേലിയിലുള്ള ഒരു ചെറിയ ലോഡ്ജിൽ റഹ്മത്ത് എന്ന പേരിലാണ് അവൻ താമസിക്കുന്നത്. അഡ്രസ്സ് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അവൻ്റെ ഉള്ളംകൈയിൽ മാർക്കർ പേന കൊണ്ടൊരു ഫോൺ നമ്പർ എഴുതി വെച്ചിരുന്നു. അത് പരിശോധിക്കാൻ സൈബർ സെല്ലിന് നൽകിയിട്ടുണ്ട്. കൂടാതെ അവൻ്റെ മുറിയിൽ നിന്നും ഒരു ഫയൽ കിട്ടി. പ്രമുഖ വ്യവസായിയായ അജിതയെക്കുറിച്ചുള്ള പത്രവാർത്തകളെല്ലാം അവൻ വെട്ടി സൂക്ഷിച്ചിരുന്നു. രാജശേഖർ പറഞ്ഞു നിർത്തിയപ്പോൾ കമ്മീഷണർ പറഞ്ഞു,
നീ അയച്ചു തന്ന ഫോട്ടോകളെല്ലാം ഞാൻ കണ്ടു. തുടർന്ന് അദ്ദേഹം തൻ്റെ മേശയുടെ ഡ്രോയിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് അവർക്ക് നേരെ നീട്ടി. ഇത് അവൻ തന്നെയാണോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കമ്മീഷണർ ആ ഫോട്ടോ മേശപ്പുറത്തേക്ക് വെച്ചു. ഇൻസ്പെക്ടർ രാജശേഖർ ആ ഫോട്ടോ സൂക്ഷിച്ചു നോക്കി. ഫോട്ടോയിൽ റഹ്മത്ത് തടവുകാരുടെ വസ്ത്രത്തിലായിരുന്നു. അവൻ്റെ സ്ലേറ്റിലുണ്ടായിരുന്ന പേരിൽ റസാഖ് എന്ന പേര് എഴുതിയിരുന്നു. അത് കണ്ട് സ്തംഭിച്ചുപോയ രാജശേഖർ കമ്മീഷണറെ നോക്കി പറഞ്ഞു, സാർ അതെ സാർ, ഇവൻ തന്നെയാണ് ആള്. ഓ, അപ്പോൾ റഹ്മത്ത് എന്ന വ്യാജ പേരിലാണ് ഇവൻ ലോഡ്ജിൽ മുറിയെടുത്തിരിക്കുന്നത്, കമ്മീഷണർ പറഞ്ഞു. അതെ സാർ, ആരാണ് സാർ ഇവൻ? ഒരു പഴയ കുറ്റവാളിയെ പോലെയുണ്ടല്ലോ. അത് കേട്ട കമ്മീഷണർ പറഞ്ഞു, ഇവൻ പഴയകാല കുറ്റവാളിയാണ്, പക്ഷെ ഇവിടെയല്ല, മുംബൈയിൽ. മുംബൈ സെൻട്രൽ ജയിലിൽ നിന്നും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ഭീകരവാദി കുറച്ചുനാൾ മുമ്പ് രക്ഷപ്പെട്ടതായും അവിടെ മഹാബലിപുരം ഭാഗത്തുണ്ടാകുമെന്നും കാണിച്ച് ഇന്നലെ ഇന്റലിജൻസിൽ നിന്നും എനിക്ക് റിപ്പോർട്ട് ലഭിച്ചിരുന്നു. ആ വിവരം സത്യമാണെന്ന് ഇന്നലെ നടന്ന സംഭവത്തോടെ തെളിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട രാജശേഖർ ഞെട്ടിപ്പോയി. എന്താണ് സാർ ഈ പറയുന്നത്? അപ്പോൾ ഇന്നലെ മരിച്ചത് ഒരു ഭീകരവാദിയാണോ? അതെ, കമ്മീഷണർ ഉറപ്പിച്ചു പറഞ്ഞു. സാർ, അങ്ങനെയാണെങ്കിൽ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു വന്നവനെ അവൻ്റെ സ്വന്തം ആളുകൾ തന്നെ കൊന്നതാകാൻ സാധ്യതയില്ലേ? രാജശേഖർ തൻ്റെ സംശയം പ്രകടിപ്പിച്ചു. ഓ, അപ്പോൾ നമ്മുടെ നഗരത്തിൽ ഭീകരവാദികളുടെ സാന്നിധ്യം ഉണ്ടെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? കമ്മീഷണർ ഗൗരവത്തിൽ ചോദിച്ചു. പ്രതീക്ഷിക്കാത്ത ആ ചോദ്യത്തിൻ്റെ മുന്നിൽ രാജശേഖർ ഒന്ന് പതറി. അത് സാർ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. കമ്മീഷണർ ചിരിച്ചു. എന്താ രാജശേഖർ, പേടിച്ചു പോയോ? ഞാൻ ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഒരുപക്ഷെ സത്യമായിരിക്കാം. സത്യത്തിൽ ഈ കൊലപാതകമല്ല നമ്മുടെ പ്രശ്നം, മറിച്ച് ഇതിലൂടെ തുടങ്ങാൻ പോകുന്ന മറ്റു കാര്യങ്ങളാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. സാർ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല, ഇൻസ്പെക്ടർ രാജശേഖർ പറഞ്ഞു. കമ്മീഷണർ സ്വരം താഴ്ത്തി സംസാരിച്ചു. രാജശേഖർ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതീവ രഹസ്യമായ കാര്യമാണ്. ഇന്നലെ ഇവിടെ ഒരു രഹസ്യ യോഗം നടന്നിരുന്നു. അറിഞ്ഞോ അറിയാതെയോ നീയും ഇപ്പോൾ ആ ദൗത്യത്തിന്റെ ഭാഗമായിരിക്കുന്നു. അടുത്ത മാസം മഹാബലിപുരത്ത് വെച്ച് രാജ്യത്തെ മികച്ച വ്യവസായിക്കുള്ള അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പങ്കെടുക്കുന്നുണ്ട്. സാർ, അടുത്ത മാസമോ? രാജശേഖർ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ മുഖ്യമന്ത്രി എന്നെ നേരിട്ട് വിളിച്ചാണ് ആവശ്യപ്പെട്ടത്. ഇന്നലെ കോൺഫറൻസിൽ ഞങ്ങൾ ചർച്ച ചെയ്തതും ഇതായിരുന്നു. ആ യോഗം കഴിഞ്ഞ ഉടനെയാണ് ഇപ്പോൾ മരിച്ച ഈ ഭീകരവാദിയെക്കുറിച്ചും അവൻ മഹാബലിപുരത്തുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടും എൻ്റെ കയ്യിലെത്തിയത്. അപ്പോൾ രാജശേഖർ ഇടയ്ക്ക് കയറി ചോദിച്ചു, സാർ, എനിക്കൊരു സംശയമുണ്ട്. ചോദിക്കൂ, കമ്മീഷണർ പറഞ്ഞു. ഈ ചടങ്ങിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഇന്നലെയാണ്. എന്നാൽ ഈ ഭീകരവാദി ജയിലിൽ നിന്നും രക്ഷപ്പെട്ടത് കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഇതെങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെടുന്നത്? കമ്മീഷണർ പറഞ്ഞു. ഇൻസ്പെക്ടർ, വിവരം നമ്മൾ അറിയുന്നത് ഇന്നലെയായിരിക്കും. പക്ഷേ പ്രധാനമന്ത്രിയുടെയും മറ്റും പരിപാടികൾ മാസങ്ങൾക്ക് മുമ്പേ നിശ്ചയിക്കപ്പെട്ടവയാണ്. ആ വിവരം എവിടെ നിന്നോ ചോർന്നിട്ടുണ്ടാകാം. അങ്ങനെ അവരെ ലക്ഷ്യം വെച്ചായിരിക്കും ഭീകരവാദികൾ ഇയാളെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ശരിയാണ് സാർ, കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ സാറിൻ്റെ പ്രധാന സംശയം എന്താണ്? രാജശേഖർ ചോദിച്ചു. പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും സന്ദർശനവും ഇവിടെ ഭീകരവാദികളുടെ സാന്നിധ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്, കമ്മീഷണർ പറഞ്ഞു. പക്ഷേ സാർ, ഈ സംശയത്തിന് ശക്തമായൊരു കാരണം വേണ്ടേ? അവനിവിടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രം ഈ ചടങ്ങും അവനും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? രാജശേഖർ വീണ്ടും ചോദിച്ചു. ശരി, നിനക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? കമ്മീഷണർ തിരിച്ചു ചോദിച്ചു. രാജശേഖർ തന്റെ നിഗമനം വിശദീകരിച്ചു. സാർ, അവൻ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയാണ്. കുറച്ചു നാളായി അവൻ ഒളിവിലാണ്. ആ സമയത്തിൻ്റെ ഇടയിൽ പലയിടങ്ങളിലും അവൻ പോയിട്ടുണ്ടാകാം. അതിൻ്റെ ഭാഗമായി ചെന്നൈയിലും എത്തിയതാകാം. എന്നാൽ ഇയാൾ ശ്വാസം മുട്ടി വെള്ളത്തിൽ മുങ്ങിയാണ് മരിച്ചതെന്ന് ഡോക്ടർ പറയുന്നു. ഒരു ഭീകരവാദി ഇങ്ങനെ മരിക്കുക എന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. ഇതൊരു പക്ഷേ പ്രാദേശികമായ ഏതെങ്കിലും തർക്കമോ മോഷണ ശ്രമമോ ആകാം. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ചടങ്ങും ഇവന്റെ മരണവും വെറുമൊരു യാദൃശ്ചികതയാകാനാണ് സാധ്യത. അല്ല രാജശേഖർ, കമ്മീഷണർ ഉറപ്പിച്ചു പറഞ്ഞു. അവന്റെ ലക്ഷ്യം ഒരുപക്ഷെ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ആയിരിക്കില്ല. പക്ഷെ അവനും ഈ ചടങ്ങും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഈ പരിപാടി തകർക്കാൻ വേണ്ടി തന്നെ അയക്കപ്പെട്ടവനാണ് അവൻ. സാർ എങ്ങനെയാണ് ഇത്ര ഉറപ്പിച്ചു പറയുന്നത്? പറയാം, ഒരു നിമിഷം നിൽക്കൂ. കമ്മീഷണർ തന്റെ ഫോൺ എടുത്ത് വിളിച്ചു. DK എവിടെയുണ്ടെന്ന് നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഉടനെ കാണണമെന്ന് പറയും. ഫോൺ വെച്ചപ്പോൾ രാജശേഖർ അതിശയിച്ചു പോയി. DKയെ പോലീസ് സേനയിൽ എല്ലാവർക്കും അറിയാം. മുൻപേ റോ ഏജന്റായിരുന്നു അദ്ദേഹം. ഒരു അപകടത്തിന് ശേഷം ആ ജോലി വിട്ട് ഇപ്പോൾ സ്വന്തമായി ഒരു കുറ്റാന്വേഷണ ഏജൻസി നടത്തുകയാണ്. പോലീസിന് നേരിട്ട് ചെയ്യാൻ കഴിയാത്ത പല രഹസ്യ ദൗത്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കുന്നത് DKയാണ്. രാജശേഖർ ചോദിച്ചു. സാർ, DKയോട് എന്തിനാണ് വരാൻ പറഞ്ഞത്? അതെ രാജശേഖർ, കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ DKയുടെ സഹായം തേടുന്നത്, കമ്മീഷണർ മറുപടി നൽകി. പക്ഷേ സാർ, കാര്യങ്ങളെല്ലാം ഏകദേശം വ്യക്തമാണല്ലോ. നമുക്ക് തന്നെ ഈ കേസ് അന്വേഷിച്ചുകൂടെ? രാജശേഖർ തന്റെ സംശയം പ്രകടിപ്പിച്ചു. അല്ല രാജശേഖർ, നമുക്ക് മുന്നിൽ സമയം വളരെ കുറവാണ്. തീർച്ചയായും മറ്റൊരാളുടെ സഹായം കൂടി ആവശ്യമുള്ള സമയമാണിത്, കമ്മീഷണർ പറഞ്ഞു. സാർ, സത്യത്തിൽ എന്താണ് പ്രശ്നമെന്ന് നിങ്ങളിപ്പോഴും പറഞ്ഞില്ല. നിങ്ങളുടെ തീരുമാനങ്ങൾ എന്നെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാകുന്നു.
DKയെ വിളിക്കുന്നു, പ്രശ്നമുണ്ടെന്ന് പറയുന്നു. കാര്യങ്ങളൊന്ന് വ്യക്തമായി പറയാമോ? രാജശേഖർ അഭ്യർത്ഥിച്ചു. കമ്മീഷണർ സംസാരിക്കാൻ തുടങ്ങി. സൂക്ഷിച്ചു കേൾക്കൂ രാജശേഖർ. മരിച്ച ആ ഭീകരവാദിയുടെ മുറിയിൽ നിന്നും ഒരു ഫയൽ കിട്ടിയല്ലോ. അതിലെന്തായിരുന്നു ഉണ്ടായിരുന്നത്? പ്രമുഖ വ്യവസായിയായ അജിതയെക്കുറിച്ചുള്ള വിവരങ്ങളും പത്രവാർത്തകളുമായിരുന്നു ആ ഫയലിൽ, രാജശേഖർ പറഞ്ഞു. ശരി, ആ അജിത ആരാണെന്ന് നിനക്കറിയാമോ? കമ്മീഷണർ ചോദിച്ചു. അറിയാം സാർ. ഇന്ത്യയിലെ മുൻനിര വ്യവസായികളിൽ ഒരാളാണവർ. പക്ഷേ അവർ അധികമൊന്നും പുറത്തിറങ്ങാറില്ല. ഒരു നിഗൂഢ വനിത, മിസ്റ്റീരിയസ് വുമൺ എന്നാണ് അവരെക്കുറിച്ച് എല്ലാവരും പറയുന്നത്, ഇൻസ്പെക്ടർ പറഞ്ഞു. അത് കേട്ട കമ്മീഷണർ പറഞ്ഞു, നിങ്ങളറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട് രാജശേഖർ. ഇതൊരു അതീവ രഹസ്യമാണ്. പക്ഷെ ഇപ്പോൾ അത് പറയാതെ വഴിയില്ല. ചെന്നൈയിൽ നടക്കാൻ പോകുന്ന മികച്ച വ്യവസായിക്കുള്ള അവാർഡ് ചടങ്ങിൽ ഈ വർഷത്തെ അവാർഡ് വാങ്ങാൻ പോകുന്നത് ആരാണെന്നറിയാവോ? അറിയില്ല സാർ. നീ ഇപ്പോൾ പറഞ്ഞ നിഗൂഢ വനിത അജിത ദേവിയാണ് ആ അവാർഡ് ജേതാവ്. ഇതേസമയം ഈറോഡിൽ കാവേരി നദിക്കരയിലുള്ള ഒരു തോട്ടം വീട്ടിലെ ഹാളിൽ നമ്മുടെ കഥാനായകൻ DKയും അവൻ്റെ ശിഷ്യൻ ഋഷിയും ഇരിക്കുന്നുണ്ടായിരുന്നു. ഋഷിക്ക് 27 വയസ്സാണ്. ക്രിമിനോളജിയിൽ മാസ്റ്റേഴ്സും ബിരുദം നേടിയവൻ. ബുദ്ധിയാണ് അവൻ്റെ കരുത്ത്. എന്നാൽ അമിതമായി സംസാരിക്കുന്നത് അവൻ്റെ ബലഹീനതയാണ്. അവർക്ക് മുന്നിലിരുന്ന വ്യവസായി വിജയരാഘവൻ DKയുടെ വാക്കുകൾ കേട്ട് സ്തംഭിച്ചുപോയി. ഋഷി അദ്ദേഹത്തിൻ്റെ ഓരോ ഭാവങ്ങളും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഞെട്ടൽ മാറാത്ത ശബ്ദത്തിൽ വിജയരാഘവൻ ചോദിച്ചു, സാർ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എന്താ സാർ, നിങ്ങൾക്ക് കേൾവിക്കുറവുണ്ടോ? പറഞ്ഞത് സത്യമാണ്, ഋഷി പരിഹാസത്തോടെ പറഞ്ഞു. വിജയരാഘവൻ ദേഷ്യത്തോട് ചോദിച്ചു, ഈ കേസ് അന്വേഷിക്കാൻ നിങ്ങളെ വിളിച്ചത് ഞാൻ തന്നെയാണ്. എന്നിട്ടിപ്പോൾ എന്നെ തന്നെ കുറ്റവാളിയാക്കുന്നോ? അതാണ് സാർ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു വലിയ ബുദ്ധിമാനായി കരുതിയ നിമിഷം, ഋഷി കളിയാക്കി പറഞ്ഞു. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പ്ലാനൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷെ അത് അന്വേഷിക്കാൻ ഞങ്ങളുടെ ബോസിനെ വിളിച്ചു എന്നതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. വിജയരാഘവൻ ഋഷിയെ രൂക്ഷമായി നോക്കിയപ്പോൾ DK ഇടപെട്ടു. ഋഷി കുറച്ചു നേരം മിണ്ടാതിരിക്കേ. ഇല്ല ബോസ്, അതായത് ഋഷി എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ DK വീണ്ടും വിലക്കി. മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേ? DK വിജയരാഘവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു. വിജയരാഘവൻ സാർ, കേസ് അവസാനിച്ചു. നിങ്ങളുടെ മരുമകളെ കൊലപ്പെടുത്തിയത് പുറത്തു നിന്നുമുള്ള ആരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. DKയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയ വിജയരാഘവൻ എന്തോ പറയാൻ ശ്രമിച്ചു. എന്നാൽ DK അദ്ദേഹത്തെ തടഞ്ഞു. നിങ്ങളിപ്പോൾ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഞാനാണ് കൊലയാളിയെന്ന് പറയാൻ എന്ത് തെളിവുണ്ടെന്നല്ലേ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? DK ചോദിച്ചു. വിജയരാഘവൻ ദേഷ്യത്തോടെ പറഞ്ഞു, അതെ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനാണ് കൊലയാളിയെന്ന് നിങ്ങൾ പറയുന്നത്? യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് എന്നെ കുറ്റക്കാരനാക്കുകയാണോ? എനിക്ക് നിങ്ങളെ സംശയിച്ചുകൂടെ? DK ഒന്ന് ചിരിച്ചു. ശരിയാണ്, ഈ കേസ് അന്വേഷിക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണല്ലോ നിങ്ങൾ എനിക്ക് ഫീസായി നൽകിയത്. അപ്പോൾ നിങ്ങളുടെ ഈ സംശയം കൂടി തീർത്തു തരേണ്ടത് എൻ്റെ കടമയാണ്. ഇപ്പോഴേ എല്ലാം വ്യക്തമാക്കി തരാം. ഇത്രയും പറഞ്ഞ് DK ഋഷിയെ നോക്കി. കാര്യം മനസ്സിലായ ഋഷി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് കാറുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റുകളുമായാണ് അവൻ മടങ്ങി വന്നത്. വിജയരാഘവൻ സാർ, ഇതെന്താണെന്നറിയാമോ? ഇതെൻ്റെ കാറിലെ മാറ്റുകളാണ്, വിജയരാഘവൻ മറുപടി നൽകി. അപ്പോൾ DK ആ മാറ്റുകളിൽ ഒന്ന് മാത്രം ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ശരിയാണ് സാർ, പക്ഷേ ഇതിൽ ഒരെണ്ണം മാത്രം പുതിയതാണല്ലോ, അതെന്തുകൊണ്ടാണ്? അത് പഴയതായതുകൊണ്ട് ഞാൻ മാറ്റിയതാണ്. അതിനെന്താ ഇപ്പോൾ? വിജയരാഘവൻ ചോദിച്ചു. DK വീണ്ടും ചോദിച്ചു. നല്ല ലോജിക്കാണ്, പക്ഷേ ആ മാറ്റ് കാറിൽ ഏത് ഭാഗത്താണ് ഇട്ടിരുന്നത്? ഋഷി ഇടയ്ക്ക് കയറി പരിഹാസത്തോടെ പറഞ്ഞു. ബോസ്, ഇദ്ദേഹത്തിന് ചെവിക്ക് മാത്രമല്ല സംസാരിക്കാനും എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കിടെ ഇങ്ങനെ വിക്കി നിൽക്കുന്നത് കണ്ടില്ലേ? വിജയരാഘവൻ, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട, ഞാൻ തന്നെ പറയാം. നിങ്ങൾ ആ പുതിയ മാറ്റ് ഇട്ടിരിക്കുന്നത് കാറിൻ്റെ ഡിക്കിയിലാണ്. ദിവസവും ചവിട്ടുന്ന ഭാഗത്ത് മാറ്റുകളൊന്നും മാറ്റാതെ അധികം ഉപയോഗിക്കാത്ത ഡിക്കിയിലെ മാറ്റ് പഴയതാണെന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിയത് വലിയ അതിശയമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കാറിൻ്റെ ഡിക്കിയിൽ ഇതിനു മുമ്പ് മാറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നിങ്ങൾ പുതിയൊരെണ്ണം വാങ്ങിയിട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ശരിയല്ലേ? അത് കേട്ട് വിജയരാഘവൻ സ്തംഭിച്ചു പോയി. DK തുടർന്നു. അന്ന് ഞാൻ നിങ്ങളുടെ കാറിൽ കയറിയപ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, കാറിൻ്റെ ഉള്ളിലെ അതിശക്തമായ പെർഫ്യൂമാണ്. 2, മരണത്തെയും മറികടന്ന് കാറിൻ്റെ ഉള്ളിൽ പറന്നു നടന്ന ഈ ഈച്ച. ഇതും പറഞ്ഞ് DK തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ഡെപ്പി എടുത്തു. അതിൻ്റെ മൂടി തുറന്ന് വിജയരാഘവനെ കാണിച്ചു. അതിൻ്റെ ഉള്ളിൽ ചത്തു കിടക്കുന്ന 2 ഈച്ചകളുണ്ടായിരുന്നു. സാധാരണ ഈച്ചകളേക്കാൾ വലിപ്പമുള്ള അവയുടെ ശരീരത്തിൽ വെള്ള നിറത്തിലുള്ള വരകളുണ്ടായിരുന്നു. ഈ ഈച്ചകളെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയാമോ, വിജയരാഘവൻ? DK ചോദിച്ചു. വിജയരാഘവൻ ഒന്നും മിണ്ടാതെ സംശയത്തോടെ DKയെ നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പേടി വരുന്നത് വ്യക്തമായിരുന്നു. DK വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഫോറൻസിക് സയൻസിൽ പ്രാണികളെ കുറിച്ച് പഠിക്കുന്ന ഒരു വിഭാഗമുണ്ട്, എൻഡോമോളജി. അവർ പറയുന്നത് ഒരാൾ മരിച്ച നിമിഷങ്ങൾക്കുള്ളിൽ ശരീരം അഴുകിത്തുടങ്ങും. ആ ഗന്ധം കേട്ട് ചില പ്രാണികൾ അവിടേക്കെത്തും. അതിൽ പ്രധാനിയാണ് ഈ ഫ്ലഷ് ഫ്ലൈ. ചീഞ്ഞ മാംസത്തിൽ മുട്ടയിടുന്ന സ്വഭാവമാണ് ഇവയ്ക്കുള്ളത്. അത് മൃഗമായാലും മനുഷ്യനായാലും ഈ ഈച്ചകൾക്ക് ഒരുപോലെയാണ്. DK തുടർന്നു. നിങ്ങൾ എത്ര പെർഫ്യൂം അടിച്ചാലും
ഈ ഈച്ചകളെ തടയാൻ കഴിയില്ല. നിങ്ങൾ മരുമകളെ കൊലപ്പെടുത്തിയ ശേഷം ഡെഡ് ബോഡി കാറിൻ്റെ ഡിക്കിയിൽ ഒളിപ്പിച്ചു. ഡ്രൈവറെ ഒഴിവാക്കി നിങ്ങൾ തന്നെ കാർ ഓടിച്ചു പോയി ആ ബോഡി കാട്ടിൽ ഉപേക്ഷിച്ചു. ഈ സമയത്തിൻ്റെ ഇടയിൽ ഈച്ചകൾ കാറിൻ്റെ ഉള്ളിൽ എത്തിയിരുന്നു. കൂടാതെ ഡിക്കിയിൽ രക്തം പറ്റിയിട്ടുണ്ടായിരുന്നു. രക്തക്കറയും ഈച്ചകളും ശ്രദ്ധയിൽപ്പെട്ട നിങ്ങൾ അത് മറയ്ക്കാൻ വേണ്ടിയാണ് പുതിയ മാറ്റ് വാങ്ങിയതും കാറിൻ്റെ ഉള്ളിൽ പെർഫ്യൂം അടിച്ചതും. ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പോൾ ഋഷി പറഞ്ഞു, പക്ഷേ വിജയരാഘവൻ സാർ, നിങ്ങൾക്കൊരു കാര്യം അറിയില്ല. ഈ ഈച്ചകളെ പെർഫ്യൂം കൊണ്ട് ഓടിക്കാൻ പറ്റില്ല. ആ ഗന്ധം ഉള്ളിടത്തോളം അവ അവിടെ തന്നെ ഉണ്ടാകും. വിജയരാഘവൻ ദേഷ്യത്തോടെ തർക്കിച്ചു. ഏതോ ഒരു ഈച്ചയെ കാണിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് എന്നെ ഇതിൽ കുടുക്കാൻ നോക്കുകയാണോ? വിജയരാഘവന്റെ ചോദ്യത്തിന് DK മറുപടി നൽകാൻ തുടങ്ങിയപ്പോൾ ഋഷി അദ്ദേഹത്തെ തടഞ്ഞു. ഋഷി പറഞ്ഞു, ബോസ്, നിങ്ങളെന്തിനാണ് ഇദ്ദേഹത്തിന് സ്കൂൾ പാഠം എടുക്കുന്നത് പോലെ എല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നത്? പോലീസിനെ വിളിച്ച് തെളിവുകൾ കൈമാറിയാൽ ബാക്കി അവർ നോക്കിക്കോളൂ. നമുക്ക് ഒരുപാട് ജോലിയുണ്ട് ബോസ്. രാത്രി വരുമെന്ന് ഞാൻ സുബ്ബലക്ഷ്മിക്ക് വാക്ക് നൽകിയിട്ടുള്ളതാണ്. ആരാടാ ഈ സുബ്ബലക്ഷ്മി? DK സംശയത്തോടെ ചോദിച്ചു. സുബ്ബലക്ഷ്മിയോ? അതാരാ? ഋഷി തിരിച്ചു ചോദിച്ചു. ഇപ്പോഴല്ലേ നീ സുബ്ബലക്ഷ്മി എന്ന് പറഞ്ഞത്? അയ്യോ ബോസ്, ഞാൻ സുബ്ബു ലക്ഷ്മണൻ എന്നാണ് പറഞ്ഞത്. അവൻ എൻ്റെ സുഹൃത്താണ്, പാവമാണ് ബോസ്, ഋഷി തിരുത്തി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ ഋഷിയുടെ ഫോൺ ബെല്ലടിച്ചു. അവൻ ഫോണുമായി അല്പം മാറി നിന്നു. DK വീണ്ടും വിജയരാഘവന്റെ നേരെ തിരിഞ്ഞ് സംസാരിച്ചു. വിജയരാഘവൻ, കാര്യങ്ങൾ ചുരുക്കി പറയാം. ഞങ്ങൾക്ക് സമയമില്ല. ഈ ഈച്ചകൾ സാധാരണയായി ഡെഡ് ബോഡിയിലെ മാംസം ഭക്ഷിച്ച് അതിൽ മുട്ടയിടും. നിങ്ങൾ ബോഡി ഉപേക്ഷിച്ചതിൻ്റെ പിറ്റേന്നാണ് എന്നെ വിളിച്ചത്. നിങ്ങളുടെ കാറിൽ നിന്നും ഞാൻ പിടിച്ച ഈച്ചകളുടെ വയറ്റിൽ ദഹിക്കാത്ത മാംസത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അത് ലാബിൽ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ കാറിന്റെ ഡിക്കിയിൽ പറ്റിയിരുന്ന രക്തവുമായി ഒത്തുപോകുന്നുണ്ട്. അത് നിങ്ങളുടെ മരുമകളുടെ DNA ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. വിജയരാഘവന്റെ മുഖം ഭയം കൊണ്ട് വിളറി. DK തുടർന്നു, മറ്റൊരു കാര്യം, ഇന്നലെ രാത്രി മുതൽ നിങ്ങളുടെ ഡ്രൈവറെയും വേലക്കാരനെയും കാണാനില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. അവരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് കാറെടുത്ത് പോയ കാര്യം ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ മകന്റെ മരണശേഷം വിധവയായ മരുമകൾ സ്വത്തിൽ പങ്കു ചോദിച്ച് കോടതിയിൽ പോയതാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് വേലക്കാരനും പോലീസിനോട് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ പോലീസ് നോക്കിക്കോളൂ. അപ്പോൾ ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. ഇതും പറഞ്ഞ് DK ഫോണെടുത്ത് ആരെയോ വിളിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ഫാം ഹൗസിന്റെ മുന്നിൽ പോലീസ് വണ്ടി എത്തി. പ്രതിയെ പോലീസിന് കൈമാറി DKയും ഋഷിയും അവിടെ നിന്ന് ഇറങ്ങി. യാത്രക്കിടയിൽ DK കളിയാക്കി ചോദിച്ചു, അടുത്തത് എന്താണ് പരിപാടി? അടുത്തത് കമ്മീഷണർ നമ്മളോട് ഉടനെ ചെന്നൈയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഋഷി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ 9 മണി ചെന്നൈ കമ്മീഷണർ ഓഫീസിൽ കമ്മീഷണറുടെ മുന്നിൽ DKയും ഋഷിയും ഇരിക്കുകയാണ്. കമ്മീഷണർ ചോദിച്ചു, എന്താണ് DK വിശേഷങ്ങൾ? ഭയങ്കര തിരക്കാണെന്ന് കേട്ടല്ലോ. അങ്ങനെയൊന്നുമില്ല സാർ. ഏതെങ്കിലും പ്രധാന കാര്യമുണ്ടോ? ഉടനെ വരാൻ പറഞ്ഞതായി ഋഷി പറഞ്ഞു. DK മറുപടി നൽകി. അതേ DK, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇൻസ്പെക്ടർ രാജശേഖറാണ് ഇപ്പോൾ ആ കേസ് നോക്കുന്നത്. അദ്ദേഹത്തെയും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. രാജശേഖർ വരുന്നത് വരെ നമുക്ക് എന്തെങ്കിലും കുടിക്കാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ചൂടുള്ളതാണോ തണുത്തതാണോ? ഋഷി പെട്ടെന്ന് മറുപടി നൽകി. തണുത്തത് മതി സാർ. അവൻ്റെ വെപ്രാളം കണ്ട് DK അത്ഭുതത്തോടെ ചോദിച്ചു, അതിന് എന്തിനാണ് നീ ഇങ്ങനെ ചാടിക്കയറി പറയുന്നത്? അങ്ങനെയൊന്നുമില്ല ബോസ്, ഇന്ന് ബുധനാഴ്ചയല്ലേ. എല്ലാ ബുധനാഴ്ചയും തണുത്ത പാനീയങ്ങൾ മാത്രമേ കുടിക്കൂ എന്ന് എനിക്കൊരു നേർച്ചയുണ്ട്, ഋഷി ഗൗരവത്തിൽ പറഞ്ഞു. നീ എന്തൊക്കെയായി പറയുന്നത്? DK ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സത്യമാണ് ബോസ്, പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഋഷി തൻ്റെ വാദത്തിൽ ഉറച്ചു നിന്നു. നിന്നേക്ക് എന്ത് ചെയ്യാനാണ് ഞാൻ? ഇന്ന് ഋഷിയെ ശകാരിച്ച ശേഷം DK തനിക്കൊരു കാപ്പി വേണമെന്ന് പറഞ്ഞു. കമ്മീഷണർ ഫോണിലൂടെ 2 കാപ്പിയും ഒരു കൂൾ ഡ്രിങ്ക്സും ഓർഡർ ചെയ്തു. ശേഷം അദ്ദേഹം DKയോട് സംസാരിച്ചു. ഇന്നലെ നീ ഈറോഡായിരുന്നു അല്ലേ? അതെ സാർ, ഒരു കേസുമായി ബന്ധപ്പെട്ട് പോയതാണ്, DK മറുപടി നൽകി. കേട്ടു, വിജയരാഘവനെ പോലൊരു വലിയ വ്യവസായിയെ തന്നെ നീ പിടികൂടിയല്ലോ. DKക്ക് അത്ഭുതമായി. സാർ, ആ വിവരം എങ്ങനെ അറിഞ്ഞു? ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന വാർത്ത കണ്ടു. നല്ല ജോലിയാണ് നീ ചെയ്തത്. നിന്നെപ്പോലെ ചിന്തിക്കാൻ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഈ കേസിൽ നിന്റെ സഹായം ഞാൻ തേടുന്നത്, കമ്മീഷണർ അഭിനന്ദിച്ചു. പറയൂ സാർ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് DK ചോദിച്ചു. അതേസമയം വാതിലിൽ ആരോ തട്ടി. വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ട്രെയിൽ 2 കാപ്പിയും ഒരു കൂൾ ഡ്രിങ്ക്സുമായി മുറിയിലേക്ക് വന്നു. ആ പെൺകുട്ടിയെ കണ്ടതും ഋഷിയുടെ മുഖം വിടർന്നു. അവൻ പതിയെ പറഞ്ഞു, ബോസ്, ഒരു കൂൾ ഡ്രിങ്ക്സ് അല്ലേ ചോദിച്ചത്? 2 എണ്ണം വേണ്ടായിരുന്നു ബോസ്. DK അവനെ ദേഷ്യത്തോടെ നോക്കി. നിന്റെ സംസാരം അല്പം കൂടുന്നുണ്ട്. ദേഷ്യപ്പെട്ടില്ലേ ബോസ്? എനിക്കൊരു സഹായം വേണം ബോസ്. എന്താടാ? അവൾ കമ്മീഷണറുടെ ബന്ധുവാണോ എന്നൊന്ന് ചോദിക്കൂ. അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ എനിക്ക് ധൈര്യമായി ഒന്ന് പ്രണയിക്കാമായിരുന്നു. ഞാൻ കണ്ട നിമിഷം തന്നെ പ്രണയത്തിലായി ബോസ്, ഋഷി സ്വകാര്യം പറഞ്ഞു. ഇതിനിടയിൽ കമ്മീഷണർ ആ പെൺകുട്ടിയോട് ഋഷിയെ ചൂണ്ടി എന്തോ പറഞ്ഞു. DK ദേഷ്യത്തോട് ഋഷിക്ക് നേരെ തിരിഞ്ഞപ്പോഴേക്കും കമ്മീഷണറുടെ മേശയിലിരുന്ന് ഫോൺ ശബ്ദിച്ചു. അസിസ്റ്റന്റായിരുന്നു ഫോണിൽ. ഇൻസ്പെക്ടർ രാജശേഖറും SI കുമാറും എത്തിയിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് അറിയിച്ചു. കമ്മീഷണർ അവരോട് അകത്തേക്ക് വരാൻ നിർദ്ദേശിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ രാജശേഖറും കുമാറും മുറിയിലേക്ക് വരികയും
കമ്മീഷണറെ സല്യൂട്ട് ചെയ്ത് കസാരയിൽ ഇരിക്കുകയും ചെയ്തു. കമ്മീഷണർ സംസാരിക്കാൻ തുടങ്ങി. ഇൻസ്പെക്ടർ, DKയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ഋഷിയും നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരിക്കുമല്ലോ. അറിയാം സാർ, പക്ഷേ നേരിട്ട് പരിചയപ്പെടാൻ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല, രാജശേഖർ മറുപടി നൽകി. തുടർന്ന് കമ്മീഷണർ അവരെ പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തു. DK, ഇത് തിരുപ്പൂരൂർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ രാജശേഖർ, കൂടെയുള്ളത് SI കുമാർ. അവർ പരസ്പരം കൈകൊടുത്ത് പരിചയപ്പെട്ടു. തുടർന്ന് കമ്മീഷണർ പറഞ്ഞു, ശരി DK, ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് രാജശേഖർ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. രാജശേഖർ സംസാരിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളുടെ പരിധിയിൽ നിന്നും ഒരു ഡെഡ് ബോഡി ലഭിച്ചത്. അന്വേഷിച്ചപ്പോൾ അത് മുംബൈ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ഭീകരവാദിയാണെന്ന് മനസ്സിലായി. പ്രാഥമിക പരിശോധനയിൽ ശ്വാസം മുട്ടിയാണ്, അതായത് വെള്ളത്തിൽ മുങ്ങി മരണം സംഭവിച്ചതാണെന്നാണ് ഡോക്ടർ പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. അവൻ താമസിച്ചിരുന്ന മുറിയിൽ നിന്നും പ്രമുഖ വ്യവസായി അജിതാദേവിയെക്കുറിച്ചുള്ള പത്രവാർത്തകൾ അടങ്ങിയ ഒരു ഫയൽ ഞങ്ങൾക്ക് ലഭിച്ചു. അവൻ്റെ ഉള്ളംകൈയിൽ മാർക്കർ പേന കൊണ്ട് ഒരു ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അജിതാദേവിയുടെ ചെന്നൈയിലെ ഓഫീസിലെ റിസപ്ഷൻ നമ്പറാണെന്ന് സൈബർ സെൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് കേട്ട കമ്മീഷണർ പറഞ്ഞു, അപ്പോൾ ഇൻസ്പെക്ടർ, നമ്മുടെ സംശയം കൂടുതൽ ബലപ്പെടുകയാണല്ലോ. അതെ സാർ, രാജശേഖർ മറുപടി നൽകി. അപ്പോൾ DK ചോദിച്ചു, പക്ഷേ സാർ, ഇതൊരു സാധാരണ കേസ് പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. ഇതിന് എന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് വേണ്ട തെളിവുകളെല്ലാം ലഭിച്ച സ്ഥിതിക്ക് എനിക്കിതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല. DK പറഞ്ഞപ്പോൾ കമ്മീഷണർ ഇടപെട്ടു. കാര്യമുണ്ട് DK, വെറുതെ നിന്നെ വിളിക്കില്ലല്ലോ. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അടുത്ത മാസം മഹാബലിപുരത്ത് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പങ്കെടുക്കുന്ന മികച്ച വ്യവസായിക്കുള്ള അവാർഡ് ദാന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ശരി, DK ശ്രദ്ധയോടെ കേട്ടിരുന്നു. ആ ചടങ്ങിൽ ഇന്ത്യയിലെ പ്രമുഖരായ എല്ലാ വ്യവസായികളും പങ്കെടുക്കുന്നുണ്ട്. ഈ സമയത്ത് മഹാബലിപുരത്ത് ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുന്നു. അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു ഭീകരവാദി കൊല്ലപ്പെടുന്നത്. അവൻ്റെ മുറിയിൽ നിന്നും വ്യവസായി അജിതാദേവിയെ ബന്ധിപ്പിക്കുന്ന തെളിവുകളും ലഭിച്ചു. ഇതിനെ എങ്ങനെ നമുക്ക് വെറും ഒരു സാധാരണ സംഭവമായി കാണാൻ കഴിയും? DK പറയൂ, കമ്മീഷണർ പറഞ്ഞു. അത് കേട്ട DK പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ് സാർ, പക്ഷേ അജിതയും ഈ ചടങ്ങും തമ്മിൽ എന്താണ് ബന്ധം? കൃത്യമായ ചോദ്യം. ഈ വർഷത്തെ മികച്ച വ്യവസായിക്കുള്ള അവാർഡ് ആ ചടങ്ങിൽ വെച്ച് വാങ്ങാൻ പോകുന്നത് അജിത തന്നെയാണ്, കമ്മീഷണർ വെളിപ്പെടുത്തി. അപ്പോഴാണ് DKക്ക് കാര്യങ്ങളുടെ ഗൗരവം പൂർണ്ണമായി മനസ്സിലായത്. കമ്മീഷണർ തുടർന്നു, എനിക്ക് നിന്റെ അടുത്ത് നിന്നും വേണ്ട സഹായം ഇതാണ്. ഈ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് മരിച്ച ഭീകരവാദിയും അജിതയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കണം. അവൻ്റെ ലക്ഷ്യം ആ ചടങ്ങായിരുന്നോ അതോ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ അജിതയോ ആയിരുന്നോ എന്ന് ഏത് വിധേനയും നമുക്കറിയണം. നമുക്ക് മുന്നിൽ അധികം സമയമില്ല DK, അതുകൊണ്ടാണ് നിന്റെ സഹായം തേടുന്നത്. ഇൻസ്പെക്ടർ രാജശേഖരനെയും കുമാറിനെയും നിനക്ക് സഹായത്തിന് കിട്ടും. വേറെ എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോളൂ. കമ്മീഷണർ രാജശേഖരന്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു, ഇൻസ്പെക്ടർ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ശരി സാർ, ഞാൻ DKയുടെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചോളാം, രാജശേഖർ സമ്മതിച്ചു. ശരി, എങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, കാര്യങ്ങൾ തുടങ്ങും. കുറച്ചു കഴിഞ്ഞ് DK നിങ്ങളുടെ കൂടെ വന്നോളൂ, കമ്മീഷണർ നിർദ്ദേശിച്ചു. രാജശേഖറും കുമാറും എഴുന്നേറ്റ് കമ്മീഷണറെ സല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് പോയി. അവർ പോകുന്നത് വരെ നോക്കി നിന്ന കമ്മീഷണർ ഒരു പുഞ്ചിരിയോടെ ഋഷിക്ക് നേരെ തിരിഞ്ഞു. ഇത് കേട്ട ഋഷി ആകെ വിളറിപ്പോയി. അയ്യോ സാർ, ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാ, പേടിക്കേണ്ട ഋഷി. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പെൺകുട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ പ്രഭാകറിന്റെ സഹോദരിയാണ്. പ്രഭാകരനെ നിനക്കറിയാമല്ലോ, നമ്മുടെ നഗരത്തിൽ മാത്രം 7 എൻകൗണ്ടറുകൾ നടത്തിയിട്ടുള്ളതാണ് ആള്. അത് നിനക്ക് കുഴപ്പമില്ലല്ലോ? കമ്മീഷണർ ഗൗരവത്തിൽ ചോദിച്ചു. ഋഷിക്ക് ഇപ്പോൾ തല കറങ്ങുന്ന പോലെ തോന്നി. DKക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. സാർ, മതി സാർ, ഇതിൽ കൂടുതൽ അവൻ താങ്ങില്ല. ഇവൻ വെറുമൊരു വായാടിയാണ്, DK പറഞ്ഞു. കമ്മീഷണറോട് യാത്ര പറഞ്ഞ് അവൻ പുറത്തിറങ്ങി. ഋഷി പതിയെ ചോദിച്ചു, ബോസ്, എനിക്ക് നല്ല വിശപ്പ്, വയറ്റിൽ എന്തെങ്കിലും ഇട്ടിട്ട് പോകാമോ? അതൊക്കെ പിന്നെയാകാം, ആദ്യം നമുക്ക് അജിതയുടെ ഓഫീസിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ടോ ബോസ്? DK ഗൗരവത്തിൽ മറുപടി നൽകി. മുംബൈയിലേക്ക് പോകണം. അന്ന് വൈകുന്നേരം 5 മണി. തിരുപ്പൂർ പോലീസ് സ്റ്റേഷൻ തൻ്റെ മുറിയിലിരുന്ന് ആഴത്തിൽ എന്തോ ആലോചിക്കുകയായിരുന്നു ഇൻസ്പെക്ടർ രാജശേഖർ. പെട്ടെന്ന് മുറിയുടെ വാതിൽ തുറന്ന ശബ്ദം കേട്ട് അദ്ദേഹം ഞെട്ടി. SI കുമാറായിരുന്നു അത്. സാർ, DK വന്നിട്ടുണ്ട്, കുമാർ അറിയിച്ചു. രാജശേഖർ വേഗം എഴുന്നേറ്റ് പുറത്തെ ഹാളിന്റെ ഭാഗത്തേക്ക് വന്നു. അവിടെ ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു DK. രാജശേഖരെ കണ്ടതും അദ്ദേഹം എഴുന്നേറ്റു. രാജശേഖർ അദ്ദേഹത്തിന് കൈ കൊടുത്തു പറഞ്ഞു, വരൂ DK, നിങ്ങൾക്ക് അകത്തേക്ക് വരാമായിരുന്നല്ലോ. നമുക്കിടയിൽ എന്തിനാണ് ഈ ഫോർമാലിറ്റീസ്? ഇരിക്കട്ടെ സാർ, കുഴപ്പമില്ല, DK വിനയത്തോടെ മറുപടി നൽകി. രാജശേഖർ DKയെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, DK, രാവിലെ നിങ്ങളെ കണ്ടതു മുതൽ എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ കമ്മീഷണർ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. നിങ്ങൾ നമ്മുടെ പോലീസിന്റെ വലത് കൈയാണെന്ന് കമ്മീഷണർ ഇടയ്ക്കിടെ പറയാറുണ്ട്. നിങ്ങളോടൊപ്പം ഈ കേസിൽ ജോലി ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. എനിക്കും സന്തോഷമുണ്ട് സാർ, DK മറുപടി നൽകി. ശരി, നിങ്ങളുടെ കൂടെയുള്ള ഋഷി എവിടെ?
ഋഷിക്ക് ഞാനൊരു പ്രധാന ജോലി നൽകിയിട്ടുണ്ട്. കേസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ അവനെ ഞാൻ അജിതയുടെ ഓഫീസിലേക്ക് അയച്ചിരിക്കുന്നു. രാജശേഖർ പറഞ്ഞു. ശരി DK, നിങ്ങൾ ആദ്യമായാണല്ലോ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് വരുന്നത്. എന്താണ് കുടിക്കുന്നത്? എനിക്കൊരു ചായ മാത്രം മതി, DK പറഞ്ഞു. രാജശേഖർ കോൺസ്റ്റബിളിനോട് 3 ചായ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ശേഷം അദ്ദേഹം നേരിട്ട് വിഷയത്തിലേക്ക് കടന്നു. പറയൂ DK, എന്തെങ്കിലും പുതിയ സൂചനകൾ ലഭിച്ചോ? ഇതുവരെ ഇല്ല സാർ. പ്രാഥമികമായ ചില അന്വേഷണങ്ങൾ നടക്കുകയാണ്. മരിച്ച ഭീകരവാദി റസാഖിന്റെ കയ്യിൽ അജിതയുടെ ഓഫീസിലെ നമ്പർ ഉണ്ടായിരുന്നല്ലോ. അവിടെ ജോലി ചെയ്യുന്ന ആർക്കെങ്കിലും ഇയാളെ അറിയാമോ എന്ന് കണ്ടെത്താനാണ് ഋഷിയെ അങ്ങോട്ടേക്ക് അയച്ചത്. റസാഖിന്റെ ഫോട്ടോ കാണിച്ച് അവനവിടെ അന്വേഷിക്കുന്നുണ്ട്, DK വിശദീകരിച്ചു. അത് കേട്ട രാജശേഖർ ചോദിച്ചു. ശരി, ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ ഭീഷണിയാണെന്നാണ് ഇൻസ്പെക്ടർ. ആ ഭീഷണി കൃത്യമായി അജിതയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ഞാൻ സംശയിക്കുന്നു, DK തന്റെ നിഗമനം പറഞ്ഞു. അതെങ്ങനെ നിങ്ങൾക്ക് തോന്നി? DK പറഞ്ഞു. നമുക്ക് ലഭിച്ച തെളിവുകളെല്ലാം അജിതയുമായി ബന്ധപ്പെട്ടതാണല്ലോ. അതുകൂടാതെ കമ്മീഷണറുമായി സംസാരിച്ച ശേഷം ഞാൻ ചില കാര്യങ്ങൾ അന്വേഷിച്ചു. വളരെ കുറഞ്ഞ കാലം കൊണ്ട് പല പ്രമുഖ വ്യവസായികളെയും പിന്നിലാക്കിയാണ് അജിത ഇന്ത്യയിലെ മുൻനിര സ്ഥാനത്തെത്തിയത്. ഈ വർഷത്തെ മികച്ച അവാർഡും അവർക്കാണ്. ബിസിനസ് രംഗത്ത് നേരത്തെ ശക്തമായിരുന്ന പലർക്കും അജിതയുടെ ഈ വളർച്ച വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവരെ എതിർക്കുന്ന ആരെങ്കിലും ഒരു ചെറിയ കൊലയാളിയെ ഏർപ്പാടാക്കി അജിതയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാവാം, DK പറഞ്ഞു. DKയുടെ വാക്കുകൾ കേട്ട് രാജശേഖർ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അവനെ കൊന്നത് ആരായിരിക്കും? ഡെഡ് ബോഡി കാറിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണെങ്കിലും അതൊരു കൊലപാതകമാണെന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. അതെ, ആ രീതിയിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. ശരി, എങ്കിൽ കമ്മീഷണറോട് സംസാരിച്ച് അജിതയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടാലോ? DK ചോദിച്ചു. രാജശേഖർ മറുപടി നൽകി. തീർച്ചയായും. അവർ വലിയൊരു വ്യവസായി ആയതുകൊണ്ട് അവർക്ക് സ്വന്തമായി സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാകുമെന്ന് ഉറപ്പാണ്. എങ്കിലും നമ്മളും ജാഗ്രത പാലിക്കണം. അജിത ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കമ്മീഷണറോട് ആവശ്യപ്പെടാം. അവർ നൽകുന്ന സ്ഥലത്ത് പോലീസിനോട് പറഞ്ഞ് ആവശ്യമായ സുരക്ഷ ഒരുക്കാം. ഇതും പറഞ്ഞ് രാജശേഖർ ഫോണെടുത്ത് കമ്മീഷണറോട് സംസാരിച്ച് തിരികെ വന്ന ശേഷം DK ചോദിച്ചു. നിങ്ങൾക്ക് അജിതാദേവിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയാമോ? എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് അറിയാമോ? രാജശേഖർ വിശദീകരിച്ചു. അറിയാം DK. രാവിലെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അജിത സത്യത്തിൽ അമേരിക്കയിൽ നിന്നുള്ളവളാണ്. അവരുടെ പ്രധാന ബിസിനസ്സുകളെല്ലാം അവിടെയായിരുന്നു. മാതാപിതാക്കളുടെ മരണശേഷം സമാധാനം തേടിയാണ് അവർ ഇന്ത്യയിലേക്ക് വന്നത്. ഇവിടുത്തെ അന്തരീക്ഷം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇവിടെ തന്നെ താമസം ഉറപ്പിച്ചു. ഇപ്പോൾ ഇവിടെ ഇരുന്നാണ് അവർ ബിസിനസ് നിയന്ത്രിക്കുന്നത്. ബിസിനസ്സിൽ വലിയ വിജയിയാണെങ്കിലും വ്യക്തിപരമായി അവരെക്കുറിച്ച് പുറം ലോകത്തിന് അധികമൊന്നും അറിയില്ല. പൊതുവേദികളിൽ അവർ വരാറില്ല. വളരെ ലളിതമായി ജീവിക്കാനാണത്രേ അവർക്കിഷ്ടം. പ്രശസ്തിയും പരസ്യവും അവരൊട്ടും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യയിലേക്ക് വന്നത്. ഇൻട്രസ്റ്റിംഗ്. കേൾക്കാൻ നല്ലൊരു കഥ പോലെ തോന്നുന്നു. അവർ വളരെ നല്ല സ്വഭാവമുള്ളവളായിരിക്കും എന്ന് തോന്നുന്നു, DK പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ ഇൻസ്പെക്ടർ രാജശേഖറിന്റെ ഫോൺ ബെല്ലടിച്ചു. വിളിക്കുന്നത് ഡോക്ടറായിരുന്നു. രാജശേഖർ ഫോൺ എടുത്തു. പറയൂ ഡോക്ടർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറായോ? ശരി, ഞാൻ ഇപ്പോൾ തന്നെ വന്ന് വാങ്ങാം. ഫോൺ വച്ച ശേഷം രാജശേഖർ DKയോട് പറഞ്ഞു. റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. നിങ്ങളും കൂടെ വരുന്നുണ്ടോ? ഇല്ല ഇൻസ്പെക്ടർ, നിങ്ങൾ പോയി റിപ്പോർട്ട് വാങ്ങിക്കോളൂ. അതിൻ്റെ ഒരു കോപ്പി എനിക്ക് അയച്ചു തന്നാൽ മതി. അത് കണ്ടിട്ട് അടുത്തത് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം, DK മറുപടി നൽകി. അപ്പോഴേക്കും DKയുടെ ഫോൺ ശബ്ദിച്ചു. കമ്മീഷണറായിരുന്നു വിളിച്ചത്. ഹലോ DK, എവിടെയാണ് നിങ്ങൾ? കമ്മീഷണർ ചോദിച്ചു. ഞാൻ രാജശേഖറിൻ്റെ സ്റ്റേഷനിലുണ്ട് സാർ. നന്നായി. രാജശേഖരനെയും കുമാറിനെയും കൂട്ടി ഉടനെ എൻ്റെ ഓഫീസിലേക്ക് വരാമോ? എന്താ സാർ, അത്ര അടിയന്തരമായി എന്തെങ്കിലും ഉണ്ടോ? DK സംശയത്തോടെ ചോദിച്ചു. ഉണ്ട്. അജിത എവിടെയാണെന്ന് നീ ചോദിച്ചില്ലേ? വിവരം ലഭിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അജിത ഇപ്പോൾ ചെന്നൈയിൽ തന്നെയുണ്ട്. അത് കേട്ട DK ഞെട്ടിപ്പോയി. എന്ത്, ചെന്നൈയിലോ? ഇവിടെ എവിടെയാണ് സാർ അവരുള്ളത്? അതെ, അവർ ഇവിടെയുണ്ട്. അതും ആ ഡെഡ് ബോഡി കണ്ടെത്തിയ അതേ നെമ്മേലിയിൽ തന്നെ. അത് കേട്ടപ്പോൾ DKയുടെ മുഖത്ത് അത്ഭുതവും സംശയവും ഒരുപോലെ വന്നു. തിരുപ്പുരൂർ റോഡ്. സമയം രാത്രി 8 മണി. നെന്മേലിയിൽ നിന്നും തിരുപ്പുരൂർ പോകുന്ന വഴിയിൽ സാൾട്ട് ലേക്ക് പാലത്തിന്റെ മുമ്പായി ഇടതുവശത്തേക്ക് തിരിയുന്ന റോഡിലൂടെ 5 മിനിറ്റ് യാത്ര ചെയ്താൽ ആറ്റിനോട് ചേർന്ന് ഒരു ചെറിയ വനപ്രദേശത്തേക്ക് എത്താം. ആ മരങ്ങൾക്കിടയിൽ പുറം ലോകത്ത് നിന്നും ഒളിഞ്ഞിരിക്കുകയായിരുന്നു അജിതയുടെ രഹസ്യ ഗസ്റ്റ് ഹൗസ്. 2 ആൾ ഉയരമുള്ള ചുറ്റുമതിലും അതിനേക്കാൾ ഉയരമുള്ള ഗേറ്റും കാരണം ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് പുറത്തു നിന്നും അറിയാൻ കഴിയില്ലായിരുന്നു. അത്രയും സുരക്ഷിതമായിരുന്നു ആ സ്ഥലം. ഗേറ്റിൻ്റെ ഉള്ളിലൂടെ ഗസ്റ്റ് ഹൗസിലേക്കുള്ള വഴി അത്രയും മനോഹരമായി നിർമ്മിച്ചതായിരുന്നു. വിദേശത്ത് നിന്നും കൊണ്ടുവന്ന പുല്ല് വെച്ച് പിടിപ്പിച്ച വലിയ തോട്ടവും അതിൻ്റെ ചുറ്റും മനോഹരമായ ചെടികളും ഉണ്ടായിരുന്നു. പുറത്തു നിന്നും കണ്ടതിനേക്കാൾ വലിയ പ്രൗഢിയായിരുന്നു ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിൽ. ഒരു സിനിമാ സെറ്റ് പോലെ ഗംഭീരമായി പരന്നു കിടക്കുന്ന വലിയ ഹാള്. ഹാളിൻ്റെ നടുവിലായി തറയിൽ നിന്നും ഒരടി താഴ്ന്ന വട്ടത്തിൽ ഒരുക്കിയിരുന്ന വിദേശ സോഫകൾ ആഡംബരത്തിൻ്റെ ഉദാഹരണമായിരുന്നു. ഹാളിൻ്റെ നടുവിൽ തൂങ്ങിക്കിടക്കുന്ന ഭീമൻ അലങ്കാര വിളക്കിന് കുറഞ്ഞത് കമ്മീഷണറുടെ 2 മാസത്തെ ശമ്പളത്തോളം വിലയുണ്ടാവും. വരുന്ന കാര്യം നേരത്തെ അറിയിച്ചിരുന്നതുകൊണ്ട് കമ്മീഷണറും DKയും രാജശേഖറും എത്തുമ്പോൾ
അജിത അവർക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന അജിതയ്ക്ക് വടക്കേ ഇന്ത്യൻ മുഖച്ഛായയായിരുന്നു. മനോഹരമായി രൂപപ്പെടുത്തിയ പുരികങ്ങളും കൂർത്ത മൂക്കും അവരെ കൂടുതൽ ആകർഷകമാക്കിയിരുന്നു. മൂവരെയും എഴുന്നേറ്റ് സ്വീകരിച്ച അജിത വളരെ വ്യക്തമായി ഇംഗ്ലീഷിൽ സംസാരിച്ചു. വെൽക്കം സാർ എന്ന് പറഞ്ഞ് അവർ കൈനീട്ടി. കമ്മീഷണർ കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്ത്യയിലെ മുൻനിര വ്യവസായിയായ അജിതയെ കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. 4 പേരും സോഫയിലേക്കിരുന്നു. ലോകത്തിലെ എല്ലാ ആഡംബരങ്ങളും ഒത്തുചേർന്ന ആ വീടിന്റെ വിസ്താരമുള്ള ഹാൾ DK കൗതുകത്തോടെ നോക്കി. ആ ഹാള് നിർമ്മിക്കാൻ തന്നെ ലക്ഷങ്ങൾ ചെലവായിട്ടുണ്ടാകും. അജിത സംഭാഷണം തുടങ്ങി. പറയൂ സാർ, എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. കമ്മീഷണർ മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ DK അദ്ദേഹത്തെ തടഞ്ഞു. ഞാൻ പറയാം സാർ എന്ന് പറഞ്ഞ് DK ഇടപെട്ടു. DK ഇടപെട്ടതിൽ കമ്മീഷണർക്ക് അല്പം അത്ഭുതം തോന്നിയെങ്കിലും അദ്ദേഹം സമ്മതം മൂളി. DK ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. അടുത്ത മാസം ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങിൽ മികച്ച വ്യവസായിക്കുള്ള അവാർഡ് നിങ്ങൾക്കാണ് ലഭിക്കുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞു. DK തുടർന്നു. നിങ്ങളിപ്പോൾ തമിഴ്നാട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ സുരക്ഷ നൽകാൻ മുകളിൽ നിന്നും ഉത്തരവുണ്ട് വേണം. നിങ്ങൾക്ക് ചില ഭീഷണികൾ ഉള്ളതായി വിവരം ലഭിച്ചതിനാൽ കർശനമായ സുരക്ഷ നൽകാനാണ് നിർദ്ദേശം. കുറച്ച് ദിവസത്തേക്ക് പോലീസ് നിങ്ങൾക്ക് കാവലുണ്ടാകും. അതിനുശേഷം കേന്ദ്രത്തിൽ നിന്നുള്ള പ്രത്യേക സുരക്ഷാ സേന നിങ്ങളുടെ ചുമതല ഏറ്റെടുക്കും. DK പറഞ്ഞു തീരും മുമ്പേ അജിത തടഞ്ഞു. 1 മിനിറ്റ്, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എനിക്ക് സ്വന്തമായി സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. ക്ഷമിക്കണം മേഡം, ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവാണ്. ഞങ്ങൾക്കിത് ചെയ്തേ തീരൂ. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ നിങ്ങളെ ഒന്നിനും ശല്യം ചെയ്യില്ല. നിങ്ങൾക്ക് പതിവ് പോലെ ജോലികൾ തുടരാം. ഗേറ്റിലും വീടിൻ്റെ ചുറ്റും അവർ കാവലുണ്ടാവും. നിങ്ങൾ വിളിച്ചാൽ മാത്രമേ അവർ വീടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കൂ. DK വിശദീകരിച്ചു. ഞാൻ ഓഫീസിൽ പോകുമ്പോഴും പോലീസ് കൂടെ വരുമോ? എനിക്ക് അങ്ങനെയുള്ള രീതികളോട് താല്പര്യമില്ല. അജിത തൻ്റെ അനിഷ്ടം പറഞ്ഞു. മേഡം, അസൗകര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമല്ല ഇത്. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ വലിയൊരു സമ്പത്താണ്. അവാർഡ് ചടങ്ങ് കഴിഞ്ഞ് നിങ്ങൾ സുരക്ഷിതമായി മടങ്ങുന്നത് വരെ നിങ്ങളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ ഷാഡോ പോലീസിനെ ഏർപ്പാടാക്കാം. അവർ നിങ്ങളുടെ കണ്ണിൽ പെടില്ല, പക്ഷേ നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഒരു സുരക്ഷാ വലയമുണ്ടാകും. ഇത് സമ്മതമാണോ? DKയുടെ ഈ നിർദ്ദേശം അജിത അല്പം ആലോചിച്ചു. ഒടുവിൽ അവർ സമ്മതിച്ചു. DKയുടെ സംസാരത്തിൻ്റെ ഉദ്ദേശം കമ്മീഷണർക്ക് പൂർണ്ണമായി മനസ്സിലായെങ്കിലും അദ്ദേഹം അതിൽ ഇടപെട്ടില്ല. DK വീടിൻ്റെ ചുറ്റും നോക്കിയിട്ട് ചോദിച്ചു, ഈ വീട്ടിൽ മേഡം തനിയാണോ താമസം? സഹായത്തിനെ സുരക്ഷിക്കോ ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ? അതെ, ഞാൻ തനിയാണ് താമസിക്കുന്നത്. അജിത മറുപടി നൽകി. അപ്പോൾ എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ എന്തു ചെയ്യും? DK വീണ്ടും ചോദിച്ചു. എനിക്കൊരു പേഴ്സണൽ ബോഡി ഗാർഡ് ഉണ്ട്. സാധാരണയായി ഞാൻ കൂടുതൽ ആളുകളെ ജോലിക്ക് നിർത്താറില്ല. എൻ്റെ കാര്യങ്ങൾ മിക്കവാറും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. സാധനങ്ങൾ വാങ്ങാൻ പോലും ഞാൻ തന്നെയാണ് കടയിൽ പോകാറുള്ളത്. ഞാൻ പൊതുവെ അധികം പുറത്തിറങ്ങാത്തതുകൊണ്ട് ആർക്കും എന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് വലിയ ശല്യങ്ങളും ഉണ്ടാകാറില്ല, അജിത പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വേലക്കാർ പോലുമില്ലേ? DK അത്ഭുതത്തോടെ ചോദിച്ചു. ഗേറ്റിലെപ്പോഴും സെക്യൂരിറ്റി ഉണ്ടാവും. പിന്നെ പാചകം ചെയ്യാൻ ഒരു കുക്കും മറ്റ് സഹായങ്ങൾക്ക് എൻ്റെ ബോഡി ഗാർഡുമുണ്ട്, അജിത പറഞ്ഞു. ശേഷം അവർ അകത്തേക്ക് നോക്കി ഭോജൻ എന്നുറക്കെ വിളിച്ചു. അല്പസമയത്തിനകം ദൃഢശരീരമുള്ള ഒരാൾ അവിടേക്ക് വന്നു. ഇതാണ് ഭോജൻ. എൻ്റെ PAയും ബോഡി ഗാർഡും എല്ലാം ഇദ്ദേഹമാണ്, അജിത പരിചയപ്പെടുത്തി. ഭോജൻ എല്ലാവരെയും നോക്കി സല്യൂട്ട് ചെയ്തു. വളരെ ഗൗരവമുള്ള മുഖമായിരുന്നു അയാൾക്ക്. എല്ലാവർക്കും കുടിക്കാൻ എന്തെങ്കിലും ഒരുക്കാൻ അജിത ഭോജനോട് ആവശ്യപ്പെട്ടു. അവൻ സമ്മതം മൂളി അകത്തേക്ക് പോയി. DK വീണ്ടും സംസാരിച്ചു. പക്ഷേ മേഡം, സുരക്ഷയുടെ കാര്യത്തിൽ നിങ്ങൾ ഇത്രയും അശ്രദ്ധ കാണിക്കുന്നത് ശരിയല്ല. നിങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം. അജിത അത് ശരിവച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭോജൻ കാപ്പിയുമായി എത്തി. അജിതയ്ക്കും മറ്റുള്ളവർക്കും അവൻ കാപ്പി നൽകി. കാപ്പി കുടിച്ച ശേഷം DK പറഞ്ഞു, കാപ്പി വളരെ നന്നായിട്ടുണ്ട് മേഡം. DK കാപ്പി കുടിച്ചു തീർത്ത് എഴുന്നേറ്റു. ശരി മേഡം, നിങ്ങൾ സംസാരിച്ചിരിക്കൂ. എനിക്ക് വീടും പരിസരവും ഒന്ന് ചുറ്റിക്കാണണം. സെക്യൂരിറ്റി എവിടേക്ക് വേണമെന്ന് നോക്കണമല്ലോ, DK പറഞ്ഞു. തീർച്ചയായും, അജിത ഭോജനോട് പറഞ്ഞു. ഭോജൻ, സാറിന് വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു കൊടു. ഭോജൻ സമ്മതിച്ചു. എന്നിട്ട് ഭോജൻ മുന്നിൽ നടന്നു. DK അവനെ പിന്തുടർന്നു. DK പുറത്തേക്ക് പോയപ്പോൾ കമ്മീഷണർ അജിതയോട് സംസാരിച്ചു. സത്യത്തിൽ DK പറഞ്ഞത് ശരിയാണ് മേഡം. നിങ്ങളുടെ സുരക്ഷയിൽ നിങ്ങൾ ഇത്രയും അശ്രദ്ധ കാണിക്കരുത്. നിങ്ങളെപ്പോലെയുള്ള VIP-കൾക്ക് സുരക്ഷ വളരെ പ്രധാനമാണ്. ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ഭീഷണിയുള്ള കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് വെറും ഉപദേശമായി കാണാതെ ഗൗരവമായി എടുക്കണം. നിങ്ങളെ വിശ്വസിച്ച് ഒട്ടേറെ കുടുംബങ്ങൾ കഴിയുന്നുണ്ടല്ലോ. അജിത പുഞ്ചിരിയോടെ അത് സമ്മതിച്ചു. അവർ പൊതുവായ കാര്യങ്ങൾ സംസാരിച്ചിരിക്കെ DKയും ഭോജനും തിരിച്ചു വന്നു. അവരെ കണ്ട അജിതയും കമ്മീഷണറും ആകെ പകച്ചുപോയി. DKയുടെ പാൻറ് നനഞ്ഞിരിക്കുന്നു. ഷൂവില്ലാത്ത വെറും കാലിലായിരുന്നു അദ്ദേഹം നടന്നു വന്നത്. കയ്യിലുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കവറിൽ ചെളി പുരണ്ട ഷൂ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തുപറ്റി? അജിത അത്ഭുതത്തോട് ചോദിച്ചു. ഒന്നുമില്ല മേഡം, പേടിക്കാനൊന്നുമില്ല. വീടിൻ്റെ പിന്നിലെ കുളത്തിൻ്റെ അരികിലേക്ക് പോയതാണ്. അപ്പോൾ അറിയാതെ ഒന്ന് തെന്നി വീണു. ഷൂ ഒക്കെ ചെളിയായി. അജിത ഭോജനോട് അത് വൃത്തിയാക്കാൻ പറയാൻ തുടങ്ങിയപ്പോൾ DK തടഞ്ഞു.
വേണ്ട മാഡം, സാരമില്ല. എൻ്റെ കാറിൽ എപ്പോഴും ഒരു ജോഡി അധികം ഡ്രസ്സും ഷൂവും ഉണ്ടാകാറുണ്ട്. എനിക്കൊന്ന് ഡ്രസ്സ് മാറാൻ ഒരു മുറി കാണിച്ചു തന്നാൽ മാത്രം മതി. DK പറഞ്ഞപ്പോൾ അജിത ഭോജനോട് നിർദ്ദേശിച്ചു. ഭോജൻ, സാറിന് ഗസ്റ്റ് ഹൗസ് കാണിച്ചു കൊടുക്ക്. അവിടെ ഇരുന്ന് വസ്ത്രം മാറട്ടെ. വളരെ നന്ദി മാഡം, ഇപ്പോൾ വരാം. ഈ ചെളിയായ ഷൂ കാറിൽ വെച്ചിട്ട് പുതിയ ഡ്രസ്സ് എടുക്കട്ടെ എന്ന് പറഞ്ഞ DK പുറത്തുപോയി. മിനിറ്റുകൾക്കുള്ളിൽ വൃത്തിയുള്ള വസ്ത്രങ്ങളും പുതിയ ഷൂവുമായി അദ്ദേഹം തിരിച്ചെത്തി. ഭോജൻ കാണിച്ചു കൊടുത്ത മുറിയിൽ കയറി DK വാതിലടച്ചു. കുറച്ചു കഴിഞ്ഞ് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് മിന്നുന്ന ഷൂവുമായി DK പുറത്തു വന്നു. അദ്ദേഹം കമ്മീഷണറുടെ അടുത്തിരുന്ന് പുഞ്ചിരിയോടെ പറഞ്ഞു, ക്ഷമിക്കണം, പുറകിൽ ഇത്രയും വഴുക്കുമെന്ന് ഞാൻ കരുതിയില്ല. സാർ, വീടിൻ്റെ പിൻഭാഗത്താണ് കൂടുതൽ സുരക്ഷ വേണ്ടത്. അവിടെ മതിലിന് ഉയരം കുറവാണ്. മരങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് ആർക്കും എളുപ്പത്തിൽ ഉള്ളിൽ കിടക്കാം. മറുവശത്തും വശങ്ങളിലും കുഴപ്പമില്ല. ശരി DK, നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. കമ്മീഷണർ മറുപടി നൽകി. എല്ലാവരും എഴുന്നേറ്റു. കമ്മീഷണർ അജിതയോട് പറഞ്ഞു, മാഡം, ഇന്ന് രാത്രി തന്നെ പോലീസ് സംഘം എത്തും. DKയും രാജശേഖറും സുരക്ഷാ കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഈ അവാർഡ് ചടങ്ങ് കഴിയുന്നത് വരെയെങ്കിലും ഞങ്ങളുമായി സഹകരിക്കുക. അജിത സമ്മതിച്ചു. അവർ പുറത്തിറങ്ങിയപ്പോൾ DKയുടെ ഫോൺ ബെല്ലടിച്ചു. ഋഷിയായിരുന്നു അത്. DK ആകാംക്ഷയോടെ ഫോൺ എടുത്തു. പറയൂ ഋഷി, അവിടെ പോയി നോക്കിയോ? അവിടെ നിന്നാണ് ബോസ് വിളിക്കുന്നത്. നിങ്ങൾ സംശയിച്ചത് ശരിയാണ് ബോസ്, ഋഷി ആവേശത്തോടെ പറഞ്ഞു. അടുത്ത 4 ദിവസങ്ങൾ കടന്നുപോയി. കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം രാജശേഖറും DKയും സുരക്ഷ ശക്തമാക്കി. SI കുമാർ അജിതയുടെ വീട്ടിൽ തന്നെ താമസിച്ച് കാര്യങ്ങൾ നിയന്ത്രിച്ചു. അന്ന് രാത്രി 8 മണി. അജിതയുടെ റോൾസ് റോയ്സ് കാർ ഗസ്റ്റ് ഹൗസിന്റെ മുന്നിൽ വന്നു. ഭോജൻ വേഗമിറങ്ങി അജിതയ്ക്കായി വാതിൽ തുറന്നു കൊടുത്തു. കാറിൽ നിന്നിറങ്ങി അജിത നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറി. ഭോജൻ, എനിക്കൊരു കാപ്പി എടുക്കൂ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, അജിത പറഞ്ഞു. ഭോജൻ അടുക്കളയിലേക്ക് പോയി. അജിത മുകളിലെ മുറിയിൽ കയറി ബാഗ് കട്ടിലിൽ വെച്ച് വസ്ത്രങ്ങളുമായി ബാത്റൂമിൽ കയറി വാതിലടച്ചു. മുഖം കഴുകി വസ്ത്രം മാറിയ അജിത മുറിയിലിരിക്കുമ്പോഴാണ് മുറിയിലെ ഫോൺ ശബ്ദിച്ചത്. ഭോജനായിരുന്നു അത്. കാപ്പി തയ്യാറാണെന്ന് അറിയിച്ചതും അജിത താഴേക്ക് വന്നു. ഹാളിലെ സോഫയിൽ ചാരിയിരുന്ന് കാപ്പി കുടിക്കുമ്പോൾ അജിത ചോദിച്ചു, ഭോജൻ, പോലീസ് ഇവിടെ വന്നിട്ട് 4 ദിവസമായല്ലോ. അവരെന്താണ് പറയുന്നത്? അവരവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമ്മളെ ഇതുവരെ ശല്യം ചെയ്തിട്ടില്ല മാഡം, ഭോജൻ മറുപടി നൽകി. അങ്ങനെയെങ്കിൽ ശരി, അവർ ശല്യമാകുന്നുണ്ടെങ്കിൽ പറയണം. ഹോം മിനിസ്റ്ററോട് സംസാരിച്ച് അവരെ പിൻവലിക്കാൻ പറയാം, അജിത പറഞ്ഞു. അതിൻ്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഭോജൻ പറഞ്ഞു നിർത്തിയതും വീണ്ടും ഫോൺ ബെല്ലടിച്ചു. ഇത്തവണ ഗേറ്റിലെ സെക്യൂരിറ്റി ആയിരുന്നു ഫോണിൽ. മാഡം, നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. പേര് റസാഖ് എന്ന് പറയുന്നു. ആ പേര് കേട്ടതും അജിതയുടെ കൈകൾ വിറച്ചു. മുഖത്ത് ഭയം വന്നു. എന്ത് പേരാ പറഞ്ഞത്? അജിത വീണ്ടും ചോദിച്ചു. റസാഖ്. പേര് പറഞ്ഞാൽ നിങ്ങൾക്കുടനെ മനസ്സിലാകുമെന്ന് അയാൾ പറയുന്നു. സെക്യൂരിറ്റി മറുപടി നൽകി. അല്പം പരിഭ്രമിച്ചെങ്കിലും അജിത പറഞ്ഞു, ശരി, ഉള്ളിലേക്ക് വിടൂ. നന്നായി പരിശോധിച്ചിട്ട് മാത്രം വിടുക. പോലീസ് പരിശോധന കഴിഞ്ഞ് അയാൾ അകത്തേക്ക് വരികയാണെന്ന് സെക്യൂരിറ്റി അറിയിച്ചു. ഫോൺ വെച്ച് അജിതയുടെ മുഖം വല്ലാതെ മാറിയിരുന്നു. ഇത് ശ്രദ്ധിച്ച ഭോജൻ ചോദിച്ചു, എന്തു പറ്റി മാഡം? റസാഖ് എന്ന് പറഞ്ഞ് ആരും വന്നിട്ടുണ്ട് ഭോജൻ. നീ അടുത്ത മുറിയിൽ പോയിരിക്കൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഭോജൻ സമ്മതിച്ച് അവിടെ നിന്നും മാറി. അല്പസമയത്തിൻ്റെ ഉള്ളിൽ ഒരു യുവാവ് അകത്തേക്ക് വന്നു. 30 വയസ്സിൻ്റെ അടുത്ത് പ്രായം തോന്നിക്കുന്ന അയാൾക്ക് ഉത്തരേന്ത്യക്കാരൻ്റെ ചായയായിരുന്നു. വൃത്തിയായി ഷേവ് ചെയ്ത മുഖം, അല്പം അഴുക്കുപുരണ്ട വെള്ള കുർത്തയും ജീൻസുമാണ് വേഷം. വായിലെന്തോ ചവച്ചുകൊണ്ട് യാതൊരു അനുവാദവും ചോദിക്കാതെ അയാൾ അഹങ്കാരത്തോടെ ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ ഇരുന്നിരുന്ന അജിതയെ ഗൗനിക്കുക പോലും ചെയ്യാതെ അയാൾ എതിരെയുള്ള സോഫയിൽ അലസമായിരുന്നു. അജിതയുടെ ക്ഷമ നശിച്ചു. അവർ ദേഷ്യത്തോട് ചോദിച്ചു, ഏയ്, ആരാ നീ? എന്നാൽ അയാൾ ആ ചോദ്യം കേട്ട ഭാവം നടിച്ചില്ല. ആളിൻ്റെ ആഡംബരത്തിൽ കണ്ണു തള്ളി അയാൾ പറഞ്ഞു, വീട് നന്നായിട്ടുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബിസിനസ് വുമൺ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാതാണോ? നിന്നോടാ ചോദിച്ചേ, നീ ആരാ, കേട്ടില്ലേ? അജിത ശബ്ദമുയർത്തി. അപ്പോഴാണ് അജിതയെ അവിടെ കണ്ടതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അയാൾ പരിഹാസത്തോടെ നോക്കി. ക്ഷമിക്കണം മാഡം, നിങ്ങളിവിടെ ഉണ്ടായിരുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. വീടിൻ്റെ ഭംഗി കണ്ട് ഞാനതിൽ മയങ്ങിപ്പോയി. സെക്യൂരിറ്റി ഫോണിൽ പറഞ്ഞില്ലേ, ഞാൻ റസാഖ്. അജിത കൈ ഉയർത്തി അയാളെ തടഞ്ഞു. മതി, നീ റസാഖല്ല, അതെനിക്ക് നന്നായി അറിയാം. സത്യം പറ, ആരാ നീ? അയാൾ ഒന്ന് ചിരിച്ചു. അടാ, അത് ശരി, നിങ്ങൾ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. ശരി മാഡം, ഞാൻ പറയാം. എൻ്റെ പേര് ഇമ്രാൻ. ഞാനും റസാഖും സുഹൃത്തുക്കളാണ്. നിന്നെ ഞാൻ റസാഖിൻ്റെ കൂടെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ, അജിത സംശയത്തോട് ചോദിച്ചു. അതിന് സാധ്യതയില്ല മാഡം, കാരണം ഞാനും അവനും റൂംമേറ്റ്സ് ആയിരുന്നു. പക്ഷെ ഇവിടെയല്ല, മുംബൈ ജയിലിൽ. അത് കേട്ട് അജിത നടുങ്ങിപ്പോയി. എന്ത്? നീ എന്തൊക്കെയായി പറയുന്നത്? അതേ മാഡം, ഞാനും റസാഖും ഒന്നിച്ചാണ് ജയിലിൽ കഴിഞ്ഞിരുന്നത്. ഞാൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി, പക്ഷെ അവന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു ദിവസം നോക്കിയപ്പോൾ അവൻ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടുവെന്ന് വാർത്ത വന്നു. അവൻ നല്ലവനാണ് മാഡം. രക്ഷപ്പെട്ട ഉടനെ അവൻ എന്നെയാണ് കാണാൻ വന്നത്. അവൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ടിക്കറ്റ് എടുത്ത് കൊടുത്തത് ഞാനാണ്. പക്ഷെ എന്ത് ചെയ്യാം മാഡം, പാവം, നിങ്ങളെ കാണാൻ നിന്നവൻ പിന്നെ തിരിച്ചു വന്നില്ല. ഇനി വരാനും കഴിയില്ലല്ലോ, ഇമ്രാൻ പരിഹാസത്തോടെ പറഞ്ഞു. അജിത ചോദിച്ചു,
നിങ്ങളെ കാണാൻ വന്നവൻ തിരിച്ചു വന്നില്ലെങ്കിൽ അത് എന്നോടാണോ ചോദിക്കേണ്ടത്? അപ്പോൾ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ. എന്താ മാഡം കൊച്ചുകുട്ടികളോട് പറയുന്ന പോലെ സംസാരിക്കുന്നത്? അവൻ നിങ്ങളെ കാണാൻ തന്നെയാണ് വന്നതെന്ന് എനിക്ക് ഉറപ്പാണ്, ഇമ്രാൻ പറഞ്ഞു. ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകുമല്ലോ. അജിതയുടെ ഈ മറുപടി കേട്ട് ഇമ്രാൻ അവരെ ഉറ്റുനോക്കി. ശേഷം പുഞ്ചിരിയോടെ പറഞ്ഞു, അന്ന് നിങ്ങളെ കാണാൻ അവൻ ഒറ്റയ്ക്കല്ല മാഡം വന്നത്, ഞാനും കൂടെ ഉണ്ടായിരുന്നു. അത് കേട്ട് അജിത ആകെ ഞെട്ടിപ്പോയി. എന്ത്? നീ എന്തൊക്കെയാ പറയുന്നേ? അതേ മാഡം, അന്ന് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് വന്നത്. നിങ്ങളുടെ അടുത്ത് നിന്നും പണം വാങ്ങാൻ ഉള്ളിലേക്ക് പോയ അവൻ കുറേ നേരമായിട്ടും പുറത്തു വന്നില്ല. ഞാൻ കുറേ നേരം കാത്തിരുന്നു. ഒടുവിൽ പേടിച്ചു പോയ ഞാൻ മതിൽ ചാടി ഉള്ളിൽ കയറി. അവിടെ ആരെയും കണ്ടില്ല. മതിലിനോട് ചേർന്ന് നടന്ന മുൻവശത്തെത്തിയപ്പോൾ ഞാൻ ആ കാഴ്ച കണ്ടു. നിങ്ങളുടെ കൂടെയുള്ള ആ ഒരാൾ റസാക്കിനെ ഒരു കാറിൻ്റെ ഡിക്കിയിലേക്ക് എടുത്തിടുന്നു. എനിക്ക് നല്ല പേടി തോന്നി മാഡം. ഞാൻ വന്ന വഴിക്ക് തന്നെ ഓടി രക്ഷപ്പെട്ടു. ഇമ്രാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അജിത തറഞ്ഞുപോയി. എങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ അവർ പറഞ്ഞു, ശരി, നീ പറഞ്ഞതൊക്കെ നടന്നതാണെന്ന് തന്നെ ഇരിക്കട്ടെ. അതിനിപ്പോൾ എന്താ? നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ. അതിനെന്താണോ? ഇത്ര വലിയ ബിസിനസ് വുമൺ ആയിട്ടും നിങ്ങൾ ഇങ്ങനെ ചോദിക്കാമോ? നിനക്ക് പണം വേണോ? അതാണോ നിന്റെ ലക്ഷ്യം? അജിത നേരിട്ട് ചോദിച്ചു. അത്രയേ ഉള്ളൂ മാഡം. ഇപ്പോഴാണ് നിങ്ങളൊരു ബിസിനസ് വുമണിനെ പോലെ സംസാരിക്കുന്നത്. ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടു. റസാഖിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ നൽകുമെന്നും അതിൽ വലിയൊരു ഭാഗം എനിക്ക് തരാമെന്നും വാഗ്ദാനം ചെയ്തിട്ടാണ്. അത് വിശ്വസിച്ച് വലിയ സ്വപ്നങ്ങളുമായാണ് ഞാൻ അവൻ്റെ കൂടെ വന്നത്. ഇപ്പോൾ റസാഖുമില്ല, എനിക്ക് കിട്ടേണ്ട വിഹിതവുമില്ല. റസാഖിന് കൊടുക്കാമെന്നേറ്റ പണം എനിക്ക് തരൂ മാഡം. ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളാം. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അജിത ശബ്ദമുയർത്തി. അല്ല മാഡം, ഞാൻ എൻ്റെ അവകാശം ചോദിക്കുകയാണ്. അജിത ഒന്ന് ചിരിച്ചു. നീ പറഞ്ഞ റസാഖ് മരിച്ചുവെന്ന് നീ തന്നെ സമ്മതിച്ചു. അവൻ വലിയൊരു ഭീകരവാദിയാണെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും പോലീസ് വിശ്വസിക്കില്ല. പോലീസിനോട് ചെന്ന് റസാഖിനെ കൊലപ്പെടുത്തിയത് ഞാനാണെന്ന് നീ പറഞ്ഞാൽ പോലും അത് ആത്മരക്ഷയ്ക്കായി ചെയ്തതാണെന്ന് എൻ്റെ വക്കീൽ കോടതിയിൽ തെളിയിക്കും. കേസ് എളുപ്പത്തിൽ തീരും. അത് കേട്ട് ഇമ്രാൻ ഉറക്കെ ചിരിച്ചു. എന്തിനാണ് നീ ചിരിക്കുന്നത്? അജിതയ്ക്ക് ദേഷ്യം വന്നു. വേണം, ഞാൻ റസാഖിൻ്റെ മരണത്തെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞാലല്ലേ നിങ്ങൾ ഈ പറയുന്നതൊക്കെ സംഭവിക്കൂ. ഞാൻ അവനെക്കുറിച്ച് പോലീസിനോട് സംസാരിക്കാൻ പോകുന്നില്ലല്ലോ, ഇമ്രാൻ പുച്ഛത്തോടെ പറഞ്ഞു. പിന്നെ നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്? അജിത സംശയത്തോടെ ചോദിച്ചു. ഇമ്രാൻ ഇപ്പോൾ ആകെ മാറി. പരിഹാസമൊക്കെ വിട്ട് അവൻ വളരെ ഗൗരവക്കാരനായി. സോഫയിൽ ചാരിയിരുന്നവൻ അല്പം മുന്നോട്ട് നീങ്ങി അജിതയെ തന്നെ ഉറ്റുനോക്കി. എന്നിട്ട് വളരെ താഴ്ന്ന ശബ്ദത്തിൽ ആ രഹസ്യം പുറത്തുവിട്ടു. മാഡം, നിങ്ങൾ അജിതയല്ല, സുജിതയാണ് എന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞാലോ? ഇമ്രാന്റെ വാക്കുകൾ കേട്ടതും അജിത അക്ഷരാർത്ഥത്തിൽ തറഞ്ഞുപോയി. അവളുടെ മുഖത്ത് ഭയം പടർന്നു. വാക്കുകൾ വിറയലോടെയാണ് പുറത്തു വന്നത്. നീ എന്ത് അസംബന്ധമായി പറയുന്നേ? ഞാൻ വെറുതെ പറയുകയല്ല മാഡം, ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങളുടെ മുഖം തന്നെ വിളിച്ചു പറയുന്നുണ്ട്. റസാഖ് എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഇമ്രാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കവർ ഉയർത്തിക്കാട്ടി. നിനക്ക് വേറെന്തൊക്കെ അറിയാം? അജിത ഇപ്പോൾ പേടിയോടെ ചോദിച്ചു. ഇമ്രാൻ തുടർന്നു. എല്ലാം അറിയാം. നീ സുജിതയാണെന്നും നീയും റസാഖും പണ്ടും പ്രണയിച്ചിരുന്നുവെന്നും എനിക്കറിയാം. അവൻ ജയിലിലായ സമയത്ത് നീ അജിത എന്ന വേഷം കെട്ടി സുഖമായി ജീവിക്കാൻ തുടങ്ങി. പിന്നീട് നീ അവനെ മറന്നു. അത് മനസ്സിലാക്കിയ റസാഖ് നിന്റെ പണം ഉപയോഗിച്ച് ജീവിതം സുരക്ഷിതമാക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അവൻ ജയിലിൽ നിന്നും ചാടി നിന്നെ കാണാൻ വന്നത്. നിന്നിൽ നിന്നും പണം വാങ്ങി കുടുംബത്തോടൊപ്പം എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാനായിരുന്നു അവൻ്റെ പ്ലാൻ. ഇമ്രാൻ സംസാരിക്കുമ്പോൾ സുജിത, അല്ല അജിത, പേടിച്ചു വിയർത്തു. സംസാരം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇമ്രാൻ വീണ്ടും പറഞ്ഞു, പക്ഷേ നിന്നെ സുജിത എന്ന് തിരിച്ചറിയുന്ന ഒരേ ഒരാളെ ജീവനോടെ വിടാൻ നിനക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് നീ അവനെ കൊന്നുകളഞ്ഞു, അല്ലേ മാഡം? ഇമ്രാൻ നിർത്തിയപ്പോൾ സുജിത പതിയെ സമചിത്തത വീണ്ടെടുത്തു. അവൾ പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. പണം ചോദിക്കാനല്ലേ നീ വന്നത്? എത്ര പരിചയമുള്ളവനായാലും എൻ്റെ സത്യം അറിയുന്ന ഒരാൾ പുറത്തു നടക്കുന്നത് എനിക്ക് അപകടമാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ തീർക്കാൻ തീരുമാനിച്ചത്. ഇപ്പോഴും എനിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതും പറഞ്ഞ് സുജിത വശത്തേക്ക് തിരിഞ്ഞു നോക്കി. അവൾ കാത്തിരുന്ന പോലെ ഭോജൻ അവിടേക്ക് പ്രത്യക്ഷപ്പെട്ടു. ഭോജന്റെ കയ്യിൽ ഒരു ചെറിയ വിദേശ തോക്കുണ്ടായിരുന്നു. അത് കണ്ടതും ഇമ്രാൻ ഞെട്ടി എഴുന്നേറ്റു. സുജിത കണ്ണു കാണിച്ചപ്പോൾ ഭോജൻ ആ തോക്ക് അവൾക്ക് നൽകി. ശേഷം അവൻ ഇമ്രാന്റെ അടുത്തേക്ക് ചെന്ന് അവനെ ബലമായി സോഫയിൽ പിടിച്ചിരുത്തി. റസാഖ് പ്ലാൻ തെറ്റിച്ചു. നീയാകട്ടെ തെറ്റായ സമയത്താണ് ഇങ്ങോട്ട് വന്നത്, സുജിത പരിഹാസത്തോടെ പറഞ്ഞു. ഇമ്രാൻ ഒന്നും മനസ്സിലാകാതെ അവളെ നോക്കി. അവൾ തുടർന്നു, നീ ഉള്ളിലേക്ക് വരുമ്പോൾ പുറത്തെ പോലീസിനെ കണ്ടില്ലേ? അവരെന്തിനാണ് വന്നിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? എനിക്ക് വധഭീഷണി ഉണ്ടത്രേ. എന്നെ കൊല്ലാൻ തീവ്രവാദികൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. റസാഖിനെ കൊന്ന ശേഷം എനിക്ക് മൃതദേഹം ഒളിപ്പിക്കേണ്ടി വന്നു. പക്ഷെ നിന്നെ കൊന്നാൽ മാത്രം മതി. ബാക്കി കഥ പോലീസ് എഴുതിക്കൊള്ളും. നിന്നൊരു തീവ്രവാദിയായി അവർ ചിത്രീകരിക്കും.
സൂപ്പർ പ്ലാനല്ലേ? ഇതും പറഞ്ഞ് സുജിത കയ്യിലിരുന്ന പിസ്റ്റൾ ഭോജന് നൽകി. ഭോജൻ ഇവനെയും തീർത്തേക്ക്. ഭോജൻ തോക്ക് കയ്യിലേക്ക് വാങ്ങിയ നിമിഷം പെട്ടെന്നൊരു വെടിയൊച്ച കേട്ടു. ഭോജന്റെ കയ്യിലിരുന്ന തോക്ക് തെറിച്ചുപോയി. കൈ മുറിഞ്ഞ് രക്തമൊഴുകിയതോടെ അവൻ വേദന കൊണ്ട് നിലവിളിച്ചു ഒട്ടുകുത്തിയിരുന്നു. ഈ അവസരം മുതലെടുത്ത് ഇമ്രാൻ ചാടി എഴുന്നേറ്റ് ദൂരേക്ക് തെറിച്ചു വീണ തോക്ക് കൈക്കലാക്കി. സുജിതയും ഭോജനും ഞെട്ടലോടെ ശബ്ദം വന്ന ദിശയിലേക്ക് നോക്കി. അവിടെ മറവിൽ നിന്നും പുകയുന്ന തോക്കുമായി സിനിമ സ്റ്റൈലിൽ തോക്കിന്റെ കുഴലിലെ പുക ഊതിക്കൊണ്ട് നമ്മുടെ DK പുറത്തു വന്നു. DKയെ കണ്ടതും സുജിത ആകെ തകർന്നുപോയി. വീടിന്റെ വശങ്ങളിൽ നിന്നും പിന്നിൽ നിന്നും ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അവിടെ മറഞ്ഞു നിന്നിരുന്ന ഋഷിയും ഇൻസ്പെക്ടർ രാജശേഖറും പുറത്തു വന്നു. രാജശേഖർ തന്റെ തോക്ക് ഉറയിലിട്ട് DK സംസാരിക്കാൻ തുടങ്ങി. ക്ഷമിക്കണം സുജിത മാഡം, നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞങ്ങൾ ഉള്ളിൽ വന്ന് ഒളിച്ചിരുന്നു. അതുകൊണ്ട് അനുവാദം ചോദിക്കാൻ പറ്റിയില്ല. അതിന് വലിയൊരു സോറി. ഇതും പറഞ്ഞ് DK കൂളായി സോഫയിലേക്ക് ഇരുന്നു. ഋഷി വേഗം ചെന്ന് ഇമ്രാന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വാങ്ങി. രാജശേഖർ വാതിൽക്കൽ ചെന്ന് ആർക്കോ സിഗ്നൽ നൽകി. ഉടനെ തന്നെ കമ്മീഷണറും അദ്ദേഹത്തോടൊപ്പം വൃത്തിയായി വസ്ത്രം ധരിച്ച മറ്റൊരാളും SI കുമാറും മറ്റു പോലീസുകാരും അകത്തേക്ക് വന്നു. സുജിത എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ DK ആഗതരെ പരിചയപ്പെടുത്തി. സുജിത, ഇത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ ഇതുവരെ പറഞ്ഞ മൊഴികളെല്ലാം രേഖപ്പെടുത്തിയത്. അധികം കഷ്ടപ്പെടുത്താതെ സത്യങ്ങൾ തുറന്നു പറഞ്ഞതിന് നന്ദി. ബാക്കി കാര്യങ്ങൾ നമുക്ക് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചാലോ? DK പറഞ്ഞു നിർത്തിയതും കമ്മീഷണർ നൽകിയ സൂചനയനുസരിച്ച് രാജശേഖറും കുമാറും സുജിതയുടെ അടുത്തേക്ക് നീങ്ങി. അന്ന് രാത്രി 10 മണി. തിരുപ്പൂരൂർ പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യൽ മുറിയിൽ സുജിത ഇരിക്കുകയാണ്. അവൾക്കെതിരെയുള്ള കസേരകളിൽ DKയും രാജശേഖറും ഇരുന്നു. മുറിയിലെ ക്യാമറകൾ എല്ലാ ദൃശ്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കമ്മീഷണറും ജഡ്ജും പുറത്തിരുന്ന് ഗ്ലാസ്സിലൂടെ എല്ലാം കാണുകയും ഹെഡ്സെറ്റിലൂടെ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മൗനം വെടിഞ്ഞ സുജിത പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? DK കൂളായി മറുപടി നൽകി. മരിച്ച റസാഖ് തന്നെയാണ് ഞങ്ങളെ സഹായിച്ചത്. റസാഖോ? അവൻ മരിച്ചുപോയല്ലോ? സുജിത അത്ഭുതപ്പെട്ടു. അതെ, അവൻ മരിച്ചു. പക്ഷേ അവൻ്റെ കയ്യിൽ എഴുതിയിരുന്ന ആ ഫോൺ നമ്പറാണ് ഞങ്ങൾക്ക് വഴിത്തിരിവായത്. റസാഖിന് നിങ്ങളുടെ ഗസ്റ്റ് ഹൗസ് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. അവൻ ഓഫീസിലെ റിസപ്ഷൻ നമ്പർ കണ്ടുപിടിച്ച് അവിടെ വിളിച്ചാണ് ഇവിടം മനസ്സിലാക്കിയത്. ആ നമ്പർ അവൻ കൈവെള്ളയിൽ മാർക്കർ പേന കൊണ്ട് എഴുതിയിരുന്നതിനാൽ അത് മാഞ്ഞു പോകാതെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. DK തുടർന്നു. പക്ഷെ അതോടെ എനിക്കൊരു സംശയം തോന്നി. വർഷങ്ങളായി ഭീകരവാദികളെ നിരീക്ഷിക്കുന്ന എനിക്ക് ചില കാര്യങ്ങൾ ഉറപ്പിച്ചു പറയാൻ കഴിയും. ഒരു വലിയ ഭീകരവാദ ഗ്രൂപ്പ് ഒരു VIP കൊല്ലാൻ പ്ലാൻ ചെയ്താൽ അത് വളരെ കൃത്യമായിരിക്കും. ലോക്കൽ ഗുണ്ടകളെ പോലെ പാളിച്ചകൾ അവർക്ക് സംഭവിക്കില്ല. ആ VIP സകല വിവരങ്ങളും ശേഖരിച്ച ശേഷമേ അവർ ഇറങ്ങിത്തിരിക്കൂ. അങ്ങനെയുള്ള ഒരാൾ വെറുമൊരു റിസപ്ഷൻ നമ്പറുമായി നിങ്ങളെ കാണാൻ ശ്രമിക്കില്ല. അതുകൊണ്ട് റസാഖ് ഒരു ഭീകരവാദിയാകാൻ വഴിയില്ലെന്ന് എനിക്ക് ഉറപ്പായി. ആ സത്യം കണ്ടെത്താനാണ് ഞാൻ ഋഷിയെ മുംബൈയിലേക്ക് അയച്ചത്. അവിടെ ജയിലിലും റസാഖിന്റെ വീട്ടിലും അന്വേഷിച്ച് ഋഷി എനിക്ക് കൃത്യമായ വിവരങ്ങൾ നൽകി. DK മേശപ്പുറത്തിരുന്ന ഫയൽ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ റസാഖ് ഒരു പാവമായിരുന്നു. തൻ്റെ അനിയത്തിയെ ശല്യം ചെയ്തവരെ ദേഷ്യത്തിൻ്റെ പുറത്ത് ആക്രമിച്ചതിൻ്റെ പേരിലാണ് അവൻ ജയിലിലായത്. അവനൊരു തീവ്രവാദിയായിരുന്നില്ല. മഹാബലിപുരത്ത് തീവ്രവാദികൾ ഉണ്ടെന്ന റിപ്പോർട്ടും ജയിൽ ചാടിയ റസാഖിനെ തിരയുന്ന ഫയലും ഒരേ സമയം വന്നപ്പോൾ കമ്മീഷണർക്ക് ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. റസാഖ് എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നും നിങ്ങളെങ്ങനെ അജിതയായി മാറിയെന്നും എനിക്കും ഏകദേശം അറിയാം. എങ്കിലും അത് നിങ്ങളുടെ വായ കൊണ്ട് തന്നെ കേൾക്കണമെന്നുണ്ടായിരുന്നു. പറയൂ സുജിത, എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം? സുജിത തലകുനിച്ചിരുന്നു. അവൾ മറുപടി നൽകാൻ തയ്യാറായില്ല. അല്പനേരം കാത്തിരുന്ന ശേഷം DK ഫയലിൽ നിന്നും ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പുറത്തേക്കെടുത്തു. അതിൽ ഒരേ രൂപത്തിലുള്ള 2 പെൺകുട്ടികളുണ്ടായിരുന്നു. ഈ ചിത്രത്തിലുള്ളത് ആരാണെന്ന് അറിയാമല്ലോ? DK ചോദിച്ചു. ഫോട്ടോ കണ്ടതും സുജിത ഞെട്ടിപ്പോയി. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ പക്കലുള്ള തെളിവുകളെല്ലാം നശിപ്പിച്ചു. പക്ഷേ റസാഖ് നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ ചിത്രം നിധി പോലെ സൂക്ഷിച്ചിരുന്നു, DK പറഞ്ഞു. അതോടെ സുജിത സത്യങ്ങൾ പറയാൻ തുടങ്ങി. ശരിയാണ്, റസാഖിനെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. ഞാനും അജിതയും ഇരട്ട സഹോദരിമാരാണ്. കണ്ടാൽ ഒരേപോലെ ഇരിക്കും. പക്ഷെ എനിക്ക് 1 വയസ്സുള്ളപ്പോൾ വീണക്ക് അവളിൽ ഒരു പാടുണ്ടായി. അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഏക വ്യത്യാസം. കുടുംബത്തിലെ ദാരിദ്ര്യം കാരണം 3 വയസ്സുള്ളപ്പോൾ അജിതയെ ഒരു വിദേശ ദമ്പതികൾ ദത്തെടുത്ത് കൊണ്ടുപോയി. ഞാൻ നാട്ടിൽ വളർന്നു. ദാരിദ്ര്യം അപ്പോഴും ബാക്കിയായിരുന്നു. പഠനം കഴിഞ്ഞ് ഞാൻ ഒരു ടൂറിസ്റ്റ് ഗൈഡായി ജോലി ചെയ്യുമ്പോഴാണ് അജിത എന്നെ തേടി വരുന്നത്. DK ചോദിച്ചു, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവൾ എന്തിനാണ് നിങ്ങളെ കാണാൻ വന്നത്? സുജിത തുടർന്ന് പറയാൻ തുടങ്ങി. അജിതയെ ദത്തെടുത്ത മാതാപിതാക്കൾ വലിയ സമ്പന്നരായിരുന്നു. അവർ മരിക്കുന്നതിന് മുമ്പ് അവളോട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. തനിക്ക് സ്വന്തമെന്ന് പറയാൻ വേറെ ആരുമില്ലാത്തതുകൊണ്ട് അജിതയ്ക്ക് സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കാണണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് അവൾ ഞങ്ങളെ തേടി വന്നത്. അവൾ ആദ്യം കണ്ടത് എന്നെയാണ്. ഞങ്ങളുടെ രൂപസാദൃശ്യം കണ്ട് അവൾ അത്ഭുതപ്പെട്ടു.
അവൾക്കെന്നോട് വലിയ സ്നേഹമായിരുന്നു. എനിക്കും അങ്ങനെ തന്നെ. ഇത്രയും കാലത്തിന് ശേഷം അജിത വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും അജിതയെ കണ്ടില്ലേ? DK ചോദിച്ചു. ഇല്ല, അജിത ഞങ്ങളോടൊപ്പം സ്ഥിരമായി താമസിക്കാൻ തീരുമാനിച്ചിരുന്നു. അച്ഛനെയും അമ്മയെയും എന്നെയും സുഖ സൗകര്യങ്ങളോടെ നോക്കാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷെ അമേരിക്കയിലെ ചില ബിസിനസ് കാര്യങ്ങൾ ശരിയാക്കി വരാനായി അവൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞു വന്ന എല്ലാവർക്കും ഒരു സർപ്രൈസ് നൽകാമെന്നായിരുന്നു അവളുടെ തീരുമാനം. നല്ല തീരുമാനം. പിന്നെ എന്തിനാണ് നിങ്ങൾ അജിതയെ കൊലപ്പെടുത്തിയത്? DK ശാന്തനായി ചോദിച്ചു. സത്യം പറഞ്ഞാൽ അജിതയ്ക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. അവളുടെ സമ്പത്തോ പണമോ ഒന്നും ഞങ്ങളെ തേടി വരാൻ അവൾക്ക് തടസ്സമായില്ല. പക്ഷേ സംസാരത്തിൻ്റെ ഇടയിൽ അവൾ പറഞ്ഞൊരു കാര്യം, അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. എന്ത് കാര്യം? യഥാർത്ഥത്തിൽ ആ വിദേശ ദമ്പതികൾ ദത്തെടുക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നെയായിരുന്നു. അതിനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് എനിക്ക് സുഖമില്ലാതായത്. അവർക്ക് മടങ്ങാൻ സമയമായതുകൊണ്ട് വേറെ വഴിയില്ലാതെ എനിക്ക് പകരം അജിതയെ അവർ കൊണ്ടുപോയി. അജിത ഇത് നിസ്സാരമായാണ് പറഞ്ഞതെങ്കിലും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അജിതയ്ക്ക് ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങളും സത്യത്തിൽ എനിക്ക് കിട്ടേണ്ടതായിരുന്നു. അങ്ങനെ വിചാരിച്ചപ്പോൾ അവളോടുള്ള സ്നേഹം പെട്ടെന്ന് ദേഷ്യവും അസൂയയുമായി മാറി. DK ചോദിച്ചു. അതുകൊണ്ട് ആഡംബര ജീവിതം നേടിയെടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? സുജിത മൗനമായി തലയാട്ടി. നിറയുന്ന കണ്ണുകൾ മറയ്ക്കാൻ അവൾ തല താഴ്ത്തി. DK വീണ്ടും തുടർന്നു. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു സുജിത. നിങ്ങൾ സ്വാഭാവികമായും ബുദ്ധിയുള്ളവളാണ്. കഷ്ടപ്പാടുണ്ടായിരുന്നിട്ടും പഠനം പൂർത്തിയാക്കി. വളരെ കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കി. നിങ്ങൾ ഓരോ ഘട്ടമായി അത് നടപ്പിലാക്കി, ശരിയല്ലേ? സുജിത സമ്മതിച്ചു. അവൾ പ്ലാൻ വിശദീകരിച്ചു. ആദ്യം അച്ഛനോടും അമ്മയോടും അജിത പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചു. അവർ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ബന്ധുക്കളോട് ചോദിച്ചപ്പോൾ എനിക്ക് സത്യം ബോധ്യപ്പെട്ടു. എനിക്ക് പനി വന്നതുകൊണ്ടാണ് അജിതയ്ക്ക് ആ ഭാഗ്യം കിട്ടിയതെന്ന് അവർ പറഞ്ഞു. ശരി, പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? അജിതയോട് ഞാൻ പറഞ്ഞു, അച്ഛനെയും അമ്മയെയും കാണുന്നത് വരെ ഇരട്ട സഹോദരിയുള്ള കാര്യം ആരോടും പറയണ്ട എന്ന്. ബിസിനസ് കാര്യങ്ങളെല്ലാം ശരിയാക്കി വന്ന ശേഷം എല്ലാവരെയും വിളിച്ച് വലിയൊരു പാർട്ടി നൽകി സർപ്രൈസ് കൊടുക്കാമെന്ന് ഞാൻ അവളെ വിശ്വസിപ്പിച്ചു. അതിനുശേഷം അവൾ ബിസിനസ് ഇന്ത്യയിലേക്ക് മാറ്റാൻ തുടങ്ങി. ആ 2 വർഷം കൊണ്ട് അവളുടെ ശീലങ്ങളും ബിസിനസ് രഹസ്യങ്ങളും ഞാൻ പഠിച്ചെടുത്തു. അപ്പോൾ അജിത നിങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? ഞങ്ങളുടെ രൂപത്തിലെ ഒരേ ഒരു വ്യത്യാസം എൻ്റെ കവിളിലെ ആ തഴമ്പായിരുന്നു. അജിത തന്ന പണം ഉപയോഗിച്ച് അവൾ അമേരിക്കയിൽ പോയ സമയം നോക്കി ഞാൻ ലേസർ ട്രീറ്റ്മെൻറ്റിലൂടെ ആ തഴമ്പ് നീക്കം ചെയ്തു. അജിത വന്നപ്പോൾ ഇത് കണ്ട് അവൾക്ക് വലിയ സന്തോഷമായി. ഞങ്ങളുടെ ഇടയിൽ ഇനിയൊരു വ്യത്യാസവുമില്ലെന്ന് അവൾ കരുതി. സുജിത പിന്നെയും പറയാൻ തുടങ്ങി. പിന്നീടൊരിക്കൽ സുജിത എന്ന പേരിൽ അജിത വീട്ടിൽ പോയി. അച്ഛനും അമ്മയ്ക്കും പോലും അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതോടെ എൻ്റെ പ്ലാൻ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അവൾ എൻ്റെ വീട്ടിലേക്കും ഞാൻ അവളുടെ ഓഫീസിലേക്കും പേര് മാറി പോകാൻ തുടങ്ങി. അവൾ ഇതൊരു തമാശയായാണ് കണ്ടത്. പക്ഷേ റസാഖ് എങ്ങനെ നിങ്ങളെ തിരിച്ചറിഞ്ഞു? നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്താണ്? DK ചോദിച്ചു. റസാഖും ഞാനും പ്രണയത്തിലായിരുന്നു. അവൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരു കേസിൽപ്പെട്ടാണ് അവൻ ജയിലിലായത്. അജിത വരുന്നതിന് മുമ്പേ നടന്ന കാര്യമാണിത്. തൂക്കുകയർ വിധിച്ച് ജയിലിൽ കിടക്കുന്ന റസാഖിന് എന്നെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ DK പറഞ്ഞു, അത് ഞാൻ പറയാം. നിങ്ങളുടെ ലേസർ ട്രീറ്റ്മെൻറ്റ് നടത്തിയ ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് സെൻട്രൽ ജയിൽ. അവിടെ നടന്ന ഒരു സംഘർഷത്തിൽ റസാഖിന് പരിക്കേൽക്കുകയും അവനെ അതേ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അവിടെ വെച്ച് അവൻ നിങ്ങളെ കണ്ടു. അത് വലിയൊരു യാദൃശ്ചികതയായിരുന്നു. DK ഒരു പേപ്പർ എടുത്ത് കാട്ടി പറഞ്ഞു. റസാഖിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ചപ്പോൾ അവൻ തീവ്രവാദിയല്ലെന്നും ഒരു കൊലക്കേസിൽ പെട്ടതാണെന്നും മനസ്സിലായി. അവനെ കാണാൻ എല്ലാ മാസവും സുജിത പോകാറുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് സുജിതയ്ക്ക് പകരം അജിത എന്ന പേരിൽ ഒരാൾ വരാൻ തുടങ്ങി. ഇതെനിക്ക് സംശയമുണ്ടാക്കി. തുടർന്ന് ഹർഷി നടത്തിയ അന്വേഷണത്തിലാണ് വലിയൊരു സത്യം പുറത്തു വന്നത്. DK ഫയലിൽ നിന്നും ഒരു റിപ്പോർട്ട് പുറത്തെടുത്തു. ഇത് സുജിതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. സുജിത ഞെട്ടിപ്പോയി. DK തുടർന്നു. റസാഖിൻ്റെ കാമുകി സുജിത യഥാർത്ഥത്തിൽ മരിച്ചുപോയി എന്നാണ് ലോകം വിചാരിക്കുന്നത്. നാട്ടിലെ ഒരു കോറിയിൽ ചാടി അവൾ ആത്മഹത്യ ചെയ്തതായിട്ടാണ് രേഖകൾ. ഡെഡ് ബോഡി അഴുകിയിരുന്നെങ്കിലും അടയാളങ്ങൾ നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുമായി ഒത്തുപോകുന്നില്ല. ഇനി പറയൂ, നിങ്ങൾ എങ്ങനെയാണ് അജിതയെ കൊലപ്പെടുത്തിയത്? സുജിത തകർന്നുപോയി. അവൾ സത്യം വെളിപ്പെടുത്തി. അന്ന് നാട്ടിലെ ക്ഷേത്രോത്സവമായിരുന്നു. ഒരു കോറി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവളെ അവിടെ എത്തിച്ചു. അവൾ അവിടെ എത്തിയപ്പോൾ ഞാൻ അവളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ആഴമുള്ള ആ കോറിയിൽ നിന്നും അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. സുജിതയുടെ കൈയക്ഷരത്തിൽ തയ്യാറാക്കിയ ഒരു ആത്മഹത്യക്കുറിപ്പ് ഞാൻ അവിടെ വെച്ചു. പോലീസ് അത് വിശ്വസിച്ചു. അതോടെ ഞാൻ അജിതയായി മാറി. പക്ഷേ റസാഖിനെ കൊന്നത് എന്തിനാണ്? DK പറഞ്ഞു. റസാഖിനെ നിങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. സത്യം പുറത്താകുമെന്ന് പേടിച്ചാണ് നിങ്ങൾ അവനെ കൊന്നത്. പക്ഷേ നിങ്ങൾ അവനെ കൊന്ന രീതിയാണ് നിങ്ങൾക്ക് വിനയായത്. DK ലാബ് റിപ്പോർട്ട് കാണിച്ച് വിശദീകരിച്ചു. റസാഖിൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേകതരം ബാക്ടീരിയ കണ്ടെത്തി. ഇത് ഉപ്പുവെള്ളത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്. നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിന് പിന്നിലെ തടാകം ഒരു കാലത്ത് ഉപ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥലമാണ്. നിങ്ങൾ അവനെ ആ വെള്ളത്തിൽ മുക്കി കൊന്നപ്പോൾ ആ ബാക്ടീരിയ അവൻ്റെ ശരീരത്തിൽ കടന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ ശേഖരിച്ച വെള്ളത്തിലെ ബാക്ടീരിയയും
റസാക്കിൻ്റെ ശരീരത്തിലെ ബാക്ടീരിയയും ഒന്നാണെന്ന് തെളിഞ്ഞു. സയൻറ്റിഫിക് തെളിവുകൾ ഇതാ. സുജിതയ്ക്ക് ഒന്നും പറയാനില്ലായിരുന്നു. നിങ്ങളുടെ ബുദ്ധിശക്തി അത്ഭുതകരമാണ് സുജിത. ഈ കഠിനാധ്വാനം സ്വന്തം നിലയിൽ നടത്തിയിരുന്നെങ്കിൽ നിങ്ങളിന്ന് അഭിമാനത്തോടെ ഈ അവാർഡ് വാങ്ങുമായിരുന്നു. പക്ഷേ കുറുക്കു വഴിയിലൂടെ നേടിയ വിജയം നിങ്ങളെ കുറ്റവാളിയാക്കി. സത്യം എപ്പോഴും വിജയിക്കും. DKയും ഋഷിയും അവിടെ നിന്നും ഇറങ്ങി. അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും വരാം. ലവ് യു ഓൾ. ബൈ.